Good afternoon. Shall we start? Okay. So, it's the last day of Science and Tech. കുറച്ച് കോൺഫിഡൻസ് ആയോ സയൻസ് ആൻഡ് ടെക്കിൽ? ആയോ? ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. നൈസ്. ഓക്കെ, നോക്കാം. സോ ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ മാക്സിമം കൊണ്ടുവരാൻ നോക്കുക ഇൻ യുവർ ആൻസർ. ആൻഡ് നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഡയഗ്രംസ്, ഓക്കെ, അതൊരു ടാർഗറ്റാക്കി വയ്ക്കും. ഇന്ന് എല്ലാ ക്വസ്റ്റിലും എന്തെങ്കിലും ഡയഗ്രാം കൊണ്ടുവരാൻ പറ്റുമോ, മാപ്പോ ഡയഗ്രാമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറ്റുമോ നോക്കും. മാപ്പ് നോട്ട് നെസസറി, പറ്റണമെന്നില്ല, ബട്ട് ഡയഗ്രംസ്, ഓക്കെ, ട്രൈ ആൻഡ് ബ്രിങ് ഡയഗ്രംസ്. ഷാൽ വി സ്റ്റാർട്ട്? ഓക്കെ. Okay, first question. Time starts now.
ഇങ്ങനെ ഉണ്ടായിരുന്നു, പാടായിരുന്നോ? S400 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ അല്ലേ? ഡിഫൻസിൽ ഇപ്പം ന്യൂസിലൊക്കെ കത്തി നിൽക്കുകയല്ലേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ മൈറ്റ് ഹാവ് ബീൻ ടഫ്, ഐ ക്യാൻ ഇമാജിൻ. പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല നിങ്ങൾ, റൈറ്റ്? ഓക്കെ, സോ ലെറ്റ്സ് ഡിസ്കസ്. ഡയഗ്രാംസ് ഒക്കെ കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, നോക്കാം. ലൈക്ക് okay, this question was a lot factual, that is there, and you might not have been able to bring in a lot of factual elements. പക്ഷേ ഇത് അറിയില്ലെങ്കിലും നമുക്ക് എങ്ങനെ എഴുതാം എന്നുള്ളൊരു സംഭവം നോക്കാം. Okay, even if you didn't know the facts. Okay, so question is, how is the S400 air defense system technically superior to any other system presently available in the world? Okay, അപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും, അയ്യോ ഞാനിനി ബാക്കി സിസ്റ്റംസിൻ്റെ ഒക്കെ സ്പെസിഫിക്കേഷൻസ് അറിയണമല്ലോ അല്ലേ, ഇത് അറിയണം, കമ്പയർ ചെയ്യണം എന്നൊക്കെ. ഇഫ് യു നോ ഇറ്റ്സ് ഗ്രേറ്റ്, യു ക്യാൻ റൈറ്റ് ഓൾ ഓഫ് ദാറ്റ്, ബട്ട് 90%, 95% ആൾക്കാർക്കും അറിയണ്ടാവില്ല. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ ടു സ്റ്റഡി ഓൾ ഓഫ് ദാറ്റ്. സോ ഇഫ് നിങ്ങൾ ഭാഗ്യത്തിന് ഏതെങ്കിലും കമ്പാരിസൺ വായിച്ചപ്പോൾ എന്തെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ചിലപ്പോൾ പക്ഷേ ഓർമ്മ ഉണ്ടാവണമെന്നൊന്നുമില്ല. എക്സാമിന് തലേ ദിവസം ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ഓർത്തിരിക്കാനും അത് വായിക്കാനും പോകുന്നില്ല. സോ ദി എക്സ്പെക്ടേഷൻ ഇസ് ദാറ്റ് യു നോ സം ബേസിക്സ് അബൌട്ട് വാട്ട് ഇസ് S400, യു നോ വാട്ട് ഇസ് ദി പർപ്പസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ സിസ്റ്റം, ആൻഡ് യു നോ സം നെയിംസ് ഓഫ് സിമിലർ സിസ്റ്റംസ് ദാറ്റ് ആർ യൂസ്ഡ് ബൈ അതർ കൺട്രീസ്. ഓക്കെ, ഇത്രയും അറിയാം. ആൻഡ് യു നോ ദ ഫാക്ട് ദാറ്റ് S400 ഇസ് comparatively more advanced than most other air defense systems across the world. ഇത്രയും അറിയാമെങ്കിൽ, ഇത്രയും അറിയണമെന്നേ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ബാക്കി നിങ്ങളുടെ കഴിവാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നാണ് നമുക്ക് നോക്കാം, അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, വാട്ട് വാസ് ദി ഇൻട്രൊഡക്ഷൻ? ഓക്കെ, വാട്ട് എൽസ്? ഇറ്റ്സ് എ റഷ്യൻ സിസ്റ്റം. Okay, it has precision. So, but those are things that you can bring in the body. Okay, what else? Operation Sindoor. That has to be definitely mentioned, especially since it was in news at that point. Pinne? Sudarshan Chakra. India has named it as Sudarshan Chakra, so that can be mentioned. Pinnenda? What else? It is a Russian system. Okay. Okay. Now, how did you write the body? Adinansarichirikkum intro. Like, if in the body you've brought in the comparison with other systems, then maybe you need not repeat it in the intro. But if you do not have a lot of content for comparison with other systems, you can maybe mention those systems in the introduction itself. Like Patriot missiles of USA. അതിനെക്കാട്ടും അഡ്വാൻസ്ഡ് ആണ്. ലൈക്ക് അതായിരുന്നു അറ്റ് വൺ പോയിന്റ് ദി മോസ്റ്റ് അഡ്വാൻസ്ഡ് എന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ അതിനെക്കാട്ടും അഡ്വാൻസ്ഡ് ആയിട്ടാണ് റഷ്യ S400 ട്രയംഫ് കൊണ്ടുവന്നത്. അപ്പോൾ അത് മെൻഷൻ ചെയ്യാൻ വേണമെങ്കിൽ, ഇഫ് യു ആർ നോട്ട് ബ്രിങ്ങിങ് ഇറ്റ് ഇൻ ദി ബോഡി, സിൻസ് ദാറ്റ് ഇസ് എ കോണ്ടെക്സ്റ്റ്. ഓക്കെ, എനിത്തിങ് എൽസ്? ഓക്കെ, ഇത്രയൊക്കെ എഴുതാം. വാട്ട് അബൌട്ട് ഓൺലൈൻ? Okay, coming to the body. Okay, so did someone bring some diagram or something here? എന്താ കൊണ്ടുവന്നേ? അത് വരയ്ക്കാവുന്നൊരു സാധനമാണ്. ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് യു ക്യാൻ ഡ്രോ. ലൈക്ക് S400 പോലെ ഒരു ഫിഗർ വരയ്ക്കുക, എന്നിട്ട് റഡാർ അങ്ങനെ കണക്ട് ചെയ്യുക. ഓക്കെ, അത് ഞാൻ കഴിഞ്ഞ ദിവസം, ഇതല്ല ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞത്. സോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡയഗ്രാം നിങ്ങൾക്ക് വരയ്ക്കാം. ഓക്കെ, എന്തൊക്കെ കോമ്പണൻസ് ഉണ്ടാവും? ദർ വിൽ ബി S400, then there will be a radar that will be monitoring the whole thing, and then there will be an incoming aerial target. Okay, so the radar will detect the target and it will send the message to S400, and S400 will fire the missile. Appo triangle. Okay,
try to draw this, and you would have seen the image of S400, right? അപ്പോൾ അതുപോലെ ഇരിക്കുന്ന ഒരു image വരയ്ക്കുക. Okay, something like, it's like a truck or something, and then you have a mobile thing. Okay, yeah, something like that. Okay, ഇത് വരയ്ക്കാൻ അത്ര നേരം ഒന്നും എടുക്കില്ല. Okay, you just draw something like this, and then you draw an aerial target and then a radar or something. Okay, ഇതിവിടെ ഇരിക്കുന്നത് ശരിയല്ല, മനസ്സിലായോ? Okay, all right. So introduction, a diagram if you can draw on the side, or like have you brought in any other diagram, like ഇങ്ങനെ എന്താ പറയുക, സൺ ഡയഗ്രാമോ സ്പൈഡർ ഡയഗ്രാമോ അങ്ങനെ എന്തെങ്കിലും വരച്ചോ, എഴുതിയോ? അതർ സിസ്റ്റംസ് പ്രസൻറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു കോണ്ടെക്സ്റ്റ് ആയിട്ട് ആദ്യം മെൻഷൻ ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസിക് ഐഡിയ കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് വരാം. കാരണം ദെൻ ഇറ്റ് ബി ഈസിയർ ടു റൈറ്റ് ദ റെസ്റ്റ് ഓഫ് ദി ബോഡി. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോഡിയിൽ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, ഇത് ഇതിനെക്കാട്ടും ബെറ്ററാണ്, ഇത് ഇതിനെക്കാട്ടും ബെറ്ററാണ്, അങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, so now coming to the various points that can be mentioned. So now you do not know, you do not have very specific content. So what are the things that you can usually think of when you're talking about a superior air defense system? Range. That we know from the name itself. If you didn't know, a pair ana range S400. Okay, so you can talk about the long range that S400 has, about 400 kilometers, and also has high altitude reach. Okay, range ഉണ്ടാവുമ്പോൾ obviously altitude ഉണ്ടാവും. Okay, അപ്പോൾ high altitude possibility ഉണ്ട് ഇതിന്, about 30 kilometers വരെ high altitude പോവാം. അപ്പോൾ 30 kilometer altitude also, അത് വേണമെങ്കിൽ സെപ്പറേറ്റ് പോയിന്റ് ആയിട്ട് എഴുതാം കേട്ടോ. Okay, you can write it as a separate point also, altitude, which means it can engage with targets which even before they reach the airspace. Okay, so that can be mentioned. What else? Speed, okay, high speed response or fast response എന്നുള്ളൊരു സംഭവം പറയാം. Yeah, successful. It is rated to be highly successful and based on various usage, and it has not been used so much because recently developed the system, but it has been rated as a very successful one. So other mentioned, yeah, it is relatively successful. Okay, it can engage multiple targets simultaneously. So it can engage multiple targets, up to 4 targets it can engage simultaneously, and that too at multiple layers or multiple levels, right? It can simultaneously engage a drone, maybe a missile, and maybe an aircraft, all at the same time. Okay, all 4 being in different levels or different altitudes. So multiple targets at different levels. Okay, പിന്നെ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു, പ്രിസിഷൻ സ്ട്രൈക്ക്. അപ്പോൾ അതിന് ഭയങ്കര പ്രിസിഷൻ സ്ട്രൈക്ക് കേപ്പബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, ഹൈ പ്രിസിഷൻ. ഈ സക്സസ്ഫുൾ എന്നുള്ളതിന് വേണമെങ്കിൽ ആ ഒരു ആസ്പെക്റ്റും കൊണ്ടുവരാം കേട്ടോ, പ്രിസിഷൻ എന്നുള്ള സംഭവം അവിടെ കൊണ്ടുവരാം. ഓക്കെ, പിന്നെ സ്പീഡിൻ്റെ ഒരു ആസ്പെക്റ്റും വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. ക്വിക്ക് റെസ്പോൺസ് അല്ലെങ്കിൽ സ്പീഡി റെസ്പോൺസ് എന്നുള്ളൊരു സംഭവം കൊണ്ടുവരാം. ഓക്കെ, ഇന്ത്യാസ് ഡിഫൻസ് സ്പെൻഡിങ് ഇൻട്രോയിൽ പറഞ്ഞു. ഇൻട്രോയിൽ ഇന്ത്യാസ് ഡിഫൻസ് സ്പെൻഡിങ് വേണമെങ്കിൽ പറയാം, ബട്ട് ഇറ്റ് വിൽ ബി എ വെരി ജനറൽ ഇൻട്രോ, ബട്ട് ദാറ്റ് ഇസ് ഓൾസോ ഫൈൻ, ആൻഡ് ദെൻ യു ലിങ്ക് ഇറ്റ് ടു ദി റെസ്റ്റ് ഓഫ് ദി ടോപ്പിക്. I wrote intro as S400 being enhancing factor in Russia-India defense days. Okay, that can also be ഒരു S400 ഇന്ത്യ റഷ്യ ഡിഫൻസ് ഡേസ് ഇമ്പ്രൂവ് ചെയ്തു എന്നുള്ളൊരു സംഭവം. പക്ഷെ അത് ഇൻട്രോയിൽ കൊണ്ടുവരുന്നതിനെക്കാട്ടും നല്ലത് പിന്നെ എപ്പോഴെങ്കിലും ഒരു പോയിന്റ് ആയിട്ട് കൊണ്ടുവരുന്ന, ലൈക്ക് ഹൗ ഇറ്റ് ഹാസ് എൻഹാൻസ്ഡ് ഇന്ത്യ റഷ്യ ഡിഫൻസ് ഡേസ്. ആകാശ് തീറായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിരുന്നു. ആകാശ് തീർ ഇസ് ബേസിക്കലി റഡാർ സിസ്റ്റം ഓഫ് ഇന്ത്യാസ് ഇൻഡിജിനസ് റഡാർ സിസ്റ്റം. അപ്പോൾ അതിലേക്ക് അത് വേണമെങ്കിൽ പറയാം. അപ്പോൾ വേണമെങ്കിൽ അതിന് അഡ്വാൻറ്റേജ് ആയിട്ട് നിങ്ങൾക്ക് പറയാവുന്നത് ഈസി ഇൻറ്റഗ്രേഷൻ വിത്ത് അതർ സിസ്റ്റംസ്. Okay, especially from Indian perspective, India has both US and indigenous and then Russian systems, and S400 can be easily integrated to the Indian defense system. So easy integration. Okay, the mention ചെയ്യാം, and there you can mention Akash Tir.
Akash Tir was again became popular during the Sindoor, Operation Sindoor. Akash Tir is basically indigenous radar system of India. Okay, so that can be mentioned. This can be asked, okay, if the Kollan Chodikar next year or the year after they can ask these defense systems. If you look at the questions that have been asked in defense, India made foreign systems. They can ask indigenously developed systems. So you can expect that. Okay. Pinne successful precision related it has counter stealth capabilities. So high stealth aircrafts like F-35 adinekka venengil idine counter cheyam ennulla argument namukku vekkam. Okay. There is no I don't think there is any proven example of an S-400 having downed an F-35. I don't think so. Because these are stealth aircrafts, and if sangane news vannu kayna aircraft inde ella credibility nashtapadum. Appo പക്ഷെ നമ്മളിത് പറയുകയാണ് that counter stealth capabilities ഉണ്ട് എന്ന്. Okay. Okay. പിന്നെ വേറെന്ത് പറയാൻ പറ്റും? ഫയർ ആൻഡ് ഫോർഗെറ്റ് ടെക്നോളജി ആണ് യൂസ് ചെയ്യുന്നത്. ബട്ട് അത് കമ്പാരിസൺ വരില്ലല്ലോ. അപ്പോൾ എല്ലാ മിസൈൽ ഡിഫൻസ് സിസ്റ്റംസും ആ ഒരു ഐഡിയ തന്നെയാണ്. അതായത് ഇത് ക്വസ്റ്റ്യൻ ഇസ് സോ രണ്ട് രീതിയിൽ ഇത് എഴുതാം. ഞാൻ ഈ പോയിന്റ്സ് മെൻഷൻ ചെയ്തത് ഈ ബ്രോഡ് ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. ഒന്ന്, നിങ്ങൾക്ക് ഇതിൻ്റെ സ്പെസിഫിക് പോയിന്റ്സ് മാത്രമായിട്ട് എഴുതിയിട്ട് അതിന് മുമ്പ് ഈ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ സിസ്റ്റംസിൻ്റെ ഒരു ഹൈലൈറ്റ് എഴുതിയിട്ട് ഇത് അതിനെക്കാട്ടും ബെറ്റർ ആണ് ഇൻ ദീസ് ഏരിയാസ് എന്ന് പറഞ്ഞ് എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് എഴുതുമ്പോൾ തന്നെ യു മെൻഷൻ ഹൗ ദിസ് റേഞ്ച് ഇസ് മച്ച് ഹയർ ദാൻ അതർ. പക്ഷെ നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ഡേറ്റ ഉണ്ടാവില്ല. കീയിൽ കൊടുത്തിട്ടുണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഡേറ്റ. അപ്പോൾ അതില്ലെങ്കിൽ ആദ്യം തന്നെ അറിയുന്ന ഡേറ്റ മറ്റേൻ്റെ എഴുതി വെച്ചിട്ട് അല്ലെങ്കിൽ മറ്റേൻ്റെ എന്തെങ്കിലുമൊക്കെ ബേസിക് കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് ഇത് എഴുതാം. ഇത് എഴുതുമ്പോൾ ബട്ട് ഡെഫിനറ്റ്ലി റൈറ്റ് ദാറ്റ് ദിസ് ഇസ് മച്ച് ഹയർ ദാൻ അതർ ആൻറ്റി മിസൈൽ സിസ്റ്റംസ്. അങ്ങനെ ആ ഒരു ഫോർമാറ്റിൽ വേണം നമ്മുടെ സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാൻ, rather than just writing down what are the features. Okay, അപ്പോൾ പിന്നെ this answer will look like if the question was what are the features of S-400 system. Okay, അപ്പോൾ അങ്ങനെ എഴുതുക. ആൻഡ് wherever possible compare or bring in examples. ഇപ്പോൾ മറ്റ് എക്സാമ്പിൾസ് ആണ് പേട്രിയറ്റ് മിസൈൽ, പിന്നെ US-ൻ്റെ തന്നെ THAAD എന്ന് പറഞ്ഞിട്ടുള്ള അയൺ ഡോം ഓഫ് ഇസ്രയേൽ. ഓക്കെ, വേറെ എക്സാമ്പിൾസ് ഉണ്ടോ? ഓക്കെ, HQ9. I didn't know this. Anything else? ഓക്കെ, ഇതിലൊന്നും പറയുന്നില്ല ആരും. ഓക്കെ, മതി, ധാരാളമാണ്. ഓക്കെ, അപ്പോൾ ഓരോന്നിനും വേണമെങ്കിൽ ഓരോന്ന് വെച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ 2-3 തവണ മെൻഷൻ ചെയ്താൽ തന്നെ ആ ഒരു കമ്പാരിസൺ വരും. ഓക്കെ, യെസ്. പിന്നെ now how do we conclude? Any other alternate dimension to be brought in? കൊണ്ടുവന്നോ എന്തെങ്കിലും? ഇതല്ലാതെ ക്വസ്റ്റ്യൻ ഇസ് വെരി സ്ട്രേറ്റ് ഫോർവേഡ്. ഹൗ ഇസ് ഇറ്റ് മോർ സക്സസ്ഫുൾ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ടെക്നിക്കലി സുപ്പീരിയർ എന്നുള്ളതാണ്. വേറെ എന്തെങ്കിലും ഡയമെൻഷൻ കൊണ്ടുവരാൻ പറ്റുമോ? അത് പറയാം. We need to develop indigenous and actually we are developing. Okay, after this August 15 speech, I think India has said that DRDO has said that we are developing an indigenous air defense system. I think by 2035 this Sudarshana Chakra platform will expand to have indigenous systems also, so that we can mention. Maybe you can give a separate way forward if you have space and time. Okay, you can give a separate way forward saying we need to develop separate indigenous air defense systems, and also what else, and what other way forward can be mentioned? അത് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഓൾസോ ഈ S-400 കൂടാതെ ഇപ്പോൾ ഒരു S-500 വരുന്നുണ്ട് റഷ്യ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ എവിടെയെങ്കിലും മെൻഷൻ ചെയ്യാം നിങ്ങൾ. ഓക്കെ, ഈ പറഞ്ഞ പോലെ നമുക്ക് എവിടെയും ആൻസറിൽ കൊള്ളിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ സൈഡിൽ എവിടെയെങ്കിലും ഒരു ബോക്സ് വരച്ചിട്ട് റഷ്യ ഈസ് നൗ ഡെവലപ്പിംഗ്
a more advanced system, the S500, with a higher range and much better tracking and targeting capabilities. അതൊരു കേസ് സ്റ്റഡി പോലെയായി, അല്ലെങ്കിൽ ഒരു അഡീഷണൽ പോയിന്റ് പോലെയായി. ഓക്കെ, ഇതറിയാമായിരുന്നു ആർക്കെങ്കിലും S500? ഇല്ല. സോ അത് അങ്ങനെ എന്തെങ്കിലും അഡീഷണൽ പോയിന്റ്സ് ഇതുപോലെ വരുമ്പോൾ അതിൻ്റെ ആൻസർ ചിലപ്പോൾ എഴുതാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ സംഭവം സൈഡിൽ ബോക്സ് വല്ലതും വരയ്ക്കുക, എഴുതി വയ്ക്കാം. ഓക്കെ, ഷാൽ വി മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? Okay. Yeah, it is better than Israel's Iron Dome short-range air defense system. Yeah. Next question is, how is science interwoven deeply with our lives? എന്താ എഴുതി? തള്ളി, ഫുൾ പൊട്ടൻഷ്യൽ അവിടെ കാണിച്ചു അല്ലേ? എന്താ ഇൻട്രഡക്ഷൻ എന്താ എഴുതി? അതാണ് എനിക്ക് അറിയേണ്ടത്. ഞാൻ വാസ് ലൈക്ക് വാട്ട്, ഇതെങ്ങനെ ഇൻട്രഡക്ഷൻ എഴുതും എന്ന് ചിന്തിച്ചു പോയി. വാട്ട് ഡിഡ് യു റൈറ്റ്? ഇപ്പോഴത്തെ വരെ. നൈസ്. അത് പ്രിപ്പയർ ചെയ്ത് വെച്ച ഇൻട്രോ ആണോ, അതോ യു ജസ്റ്റ് റൂട്ട് ഇറ്റ്? ഇപ്പോൾ എഴുതിയതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. വേറെന്തെങ്കിലും? നൈസ്. വീൽ, ലൈക്ക് വെൻ വി തിങ്ക് അബൌട്ട് സയൻസ്, ദാറ്റ് ഇസ് എ വീൽ. ലൈക്ക് ഫ്രിക്ഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തതാണ് എന്നുള്ളൊരു സംഭവമുണ്ട്. പിന്നെ വാട്ട് എൽസ്? അപ്പോൾ അവിടെ നിന്ന് ബിഗിൻ ചെയ്യാം. അതായത് ഇതിൻ്റെ ഒരു പേർപ്പസ്, അതായത് സയൻറ്റിഫിക് ടെമ്പറും ഇന്നോവേഷൻ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സീൻ പോയറ്റിക്. ഓക്കെ, അങ്ങനെയും പറയാം. മോർണിംഗ് അലാം ടു ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? മൊബൈൽ ഫോൺ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാം. ഹെഡ്ഫോൺ, സ്പീക്കർ, കുറേ കാര്യങ്ങൾ പറയാം. ഇൻഡസ്ട്രി 4.0. ഇൻഡസ്ട്രി 4.0 ഡെയിലി ലൈഫ് എന്നുള്ള സംഭവം അല്ല, അത് ലൈക്ക് ജനറൽ സയൻസ് അല്ലേ? സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു ആപ്ലിക്കേഷനും കാര്യങ്ങളാണ്. ആൻഡ് വാട്ട് ഡിഡ് യു റൈറ്റ് എക്സാക്ട്ലി? ഇപ്പം ആലോചിച്ചതാണ്. ഓക്കെ, കുഴപ്പമില്ല. അത് വുഡൻ ബി ആപ്റ്റ് ഹിയർ ബിക്കോസ് ഡെയിലി ലൈഫ് എന്നുള്ളൊരു ഐഡിയ ആണ്. വിത്ത് അവർ ലൈഫ്സ് എന്നാണ്, പക്ഷേ ഡെയിലി ലൈഫ്സ് എന്നുള്ളതാണ് ആ ഒരു മീനിങ്. ഓക്കെ, എനിത്തിങ് എൽസ്? ഇല്ല, ഇത് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കാത്ത ഇൻട്രോസ് ആണ്, എനിക്കറിയാം. ഓക്കെ, ഇനി എന്താണ് ബോഡിയിൽ എന്താ എഴുതിയത്? ഹൗ ഇസ് സയൻസ് ഡീപ്ലി ഇന്റർവോൺ വിത്ത് ലൈഫ്സ്? ഡയഗ്രാം ആക്കി. ഡയഗ്രാം ആക്കാം. ഡയഗ്രാം വരയ്ക്കാം. ബട്ട് ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ കുറച്ച് എലാബറേറ്റ് ആയിട്ട് വരയ്ക്കണം, എഴുതണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ആ 10 മാർക്കറിലെ ചിലപ്പോൾ 5 മാർക്സ് അതായിരിക്കും. അപ്പോൾ ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എത്ര പോയിന്റ് ഉൾക്കൊള്ളിക്കാൻ പറ്റും, but not necessary that maybe someone else might be able to draw a diagram and then write more. Diagram മാത്രമാണോ വരച്ചത്? പിന്നെ ഓക്കെ, 5-6 എക്സാമ്പിൾ എഴുതിയോ? ആസ് ഇൻ എങ്ങനെയാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി? അങ്ങനെ. ഓക്കെ ഓക്കെ ഓക്കെ. യു ക്യാൻ ഡു ലൈക്ക് ദാറ്റ്. ഓക്കെ, എസ്പെഷ്യലി ഇത് ഹെൽപ്ഫുൾ ആവുന്നത് നമുക്ക് തീരെ സമയമില്ല എന്ന് വരുന്ന അവസ്ഥയിലാണ് ഇങ്ങനത്തെ സാധനങ്ങൾ ഹെൽപ്ഫുൾ ആവുക. പെട്ടെന്നൊരു ഡയഗ്രാം വരച്ചു, കുറേ പോയിന്റ്സ് ഇങ്ങനെ ചുറ്റും എഴുതി വെച്ചു. അപ്പോൾ യു റോട്ട് എ ലോട്ട് ഓഫ് പോയിന്റ്സ് ബട്ട് യു ഡിഡ്ന്റ് വേസ്റ്റ് എ ലോട്ട് ഓഫ് ടൈം. ഓക്കെ, അത് ഹെൽപ്ഫുൾ ആയിരിക്കും. വേറെ എന്തെങ്കിലും ഫോർമാറ്റ്? യു ജസ്റ്റ് റോട്ട് ഡയഗ്രാം ആണോ? എന്ത് ഡയഗ്രാം വരച്ച്? സെയിം. ഓക്കെ, ഞാൻ ഡയഗ്രാം വരയ്ക്കാന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഡയഗ്രാം ആക്കി ഫുൾ. വേറെ എന്തെങ്കിലും? From everyday things to interplanetary missions, science is deeply interwoven with our lives. Okay, that's a nice way of saying. എങ്ങനെ നിങ്ങൾ എഴുതിയ? What points did you write? Yes, so that's how you like bring in different subsections. Okay, ഓരോ സെക്ടർ എടുക്കുക, ആ സെക്ടറിൽ എന്തൊക്കെയാണ് നമ്മൾ എങ്ങനെയാണ് സയൻസ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ സയൻസിൻ്റെ ഓരോ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഓരോന്നും പറയുമ്പോൾ യു ഷുഡ് ബ്രിങ് ഇൻ വാട്ട് സയൻസ് ഇസ് ബീങ് യൂസ്ഡ്. വെറുതെ ഇങ്ങനെ പറഞ്ഞു പോകുന്നതിനെക്കാട്ടും ഇപ്പോൾ അഗ്രികൾച്ചറിൽ എന്ത് സയൻസാണ് ഉപയോഗിക്കുന്നത്?
ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും കോൺസെപ്റ്റ്സ്. അപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു തിയറി അല്ലെങ്കിൽ എന്തെങ്കിലും കോൺസെപ്റ്റ് എഴുതാം. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇലക്ട്രോണിക്സ് സെമി കണ്ടക്ടറിൻ്റെ തിയറി ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സെമി കണ്ടക്ടർ സയൻസ് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആൽഗറിതംസ്. പിന്നെന്താ, വാട്ട് അതർ ഏരിയാസ്, കണക്ടിവിറ്റി അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ അവിടെ എഞ്ചിനീയറിംഗ് കോൺസെപ്റ്റ്സ് ആർ ബീങ് യൂസ്ഡ്, അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഇസ് യൂസ്ഡ്. ഐ മീൻ ഇറ്റ്സ് എ ഡൈവേഴ്സ് ഫീൽ. ഒരുപാട് കാര്യങ്ങൾ എഴുതാം. നിങ്ങൾ അതിനൊരു 7-8 പോയിന്റ് എഴുതാണ് നല്ലതായിരിക്കും. കാരണം ഇവിടെ ഇറ്റ്സ് മോർ ദാൻ ദി ഡെപ്ത് ഓഫ് ദ ടോപ്പിക്, ഇറ്റ്സ് ദി ബ്രെഡ്ത്ത് ദാറ്റ് യു ബ്രിങ് ഇൻ. അപ്പോൾ ഒരുപാട് പോയിന്റ് എഴുതുന്ന ആൾക്ക് കൂടുതൽ മാർക്ക് കിട്ടും ഇവിടെ. ഓക്കെ, ഇറ്റ്സ് ജസ്റ്റ് ദ ഏരിയ ഇൻ വിച്ച് സയൻസ് ഇസ് ബീങ് അപ്ലൈഡ് ആൻഡ് ദ കോൺസെപ്റ്റ്. ഏരിയ കോൺസെപ്റ്റ് ആ ഒരു ഫോർമാറ്റിലായിരിക്കും പോവുക. അപ്പോൾ മോർ നമ്പർ ഓഫ് ഡയമെൻഷൻസ്, ദ മോർ മാർക്സ് യു വിൽ ഗെറ്റ്. ഗോട്ട് ദി ഐഡിയ? ഇപ്പോൾ വേറെ എന്തൊക്കെ എക്സാമ്പിൾസ് പറയാം? എഡ്യൂക്കേഷൻ, ഡെഫിനറ്റ്ലി എഡ്യൂക്കേഷൻ ഇസ് ദെയർ. ദെൻ ഫുഡ്, അഗ്രികൾച്ചർ ആൻഡ് ഫുഡ്. പിന്നെ ഗവേണൻസ്. ഓക്കെ, ഡിജിറ്റൽ ടെക്നോളജി ബീങ് യൂസ്ഡ് ഇൻ ഗവേണൻസ്, സയൻസ് അവിടെയും വരുന്നുണ്ട്. പിന്നെ മെഡിസിൻ ഇസ് എ ഗുഡ് പോയിന്റ്. മെഡിസിൻ വരുന്നുണ്ട്. പിന്നെ യെസ്, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്. വാട്ടർ പ്യൂരിഫിക്കേഷൻ ഇസ് എ ഗുഡ് പോയിന്റ്. വാട്ടർ പ്യൂരിഫിക്കേഷൻ, വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഓക്കെ, പിന്നെ മെഡിസിൻ, ഹെൽത്ത് പറഞ്ഞു. ഡിഫൻസ്. ഓക്കെ, ഡീപ്ലി ഇൻവോൾവ്ഡ് വിത്ത് അവർ ലൈഫ്സ്. ഡിഫൻസ്, നമ്മുടെ സെക്യൂരിറ്റി ആൻഡ് ഡിഫൻസ് എന്നുള്ള ഒരു ആസ്പെക്റ്റ് പറയാം. അപ്പോൾ അവിടെ സൈബർ അതും കൊണ്ടുവരാം, മറ്റേതും കൊണ്ടുവരാം, മറ്റേ ഡിഫൻസും സെക്യൂരിറ്റിയും. കിച്ചൺ ഗാഡ്ജറ്റ്സ് പറയാം. ഓക്കെ, ബട്ട് യു ഷുഡ് ബി ഏബിൾ ടു ലിങ്ക് ഇറ്റ് ടു ദ സയൻസ് ആസ്പെക്റ്റ്. അവിടെ പറയണം. എൻ്റർടൈൻമെൻറ്റ് പറയാം. ബാങ്കിങ് സിസ്റ്റംസ്, ടെക്നോളജി ബീങ് യൂസ്ഡ് ഇൻ ബാങ്കിങ് സിസ്റ്റംസ് ക്യാൻ ബി സെഡ്. ഓക്കെ, ഒരുപാട് എക്സാമ്പിൾസും പോയിൻറ്റ്സും വരും. ബട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, യു ഷുഡ് മെൻഷൻ ദി സയൻസ് ഓർ ടെക്നോളജി ബീങ് യൂസ്ഡ്. അത് എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പോയിൻറ്റിന് വാല്യൂ ഇല്ല. ഓക്കെ, ഹൗ ഇസ് സയൻസ് ഇൻ്റർവോൺ ടു അവർ ലൈഫ്സ് എന്നാണ്. അപ്പോൾ അത് മെൻഷൻ ചെയ്യണം. ഓക്കെ, പിന്നെ ഈ കീവേഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഡീപ്ലി എന്നുള്ളത്. അവിടെ നിന്നാണ് നമുക്ക് ഡേ ടു ഡേ ലൈഫിലെ കാര്യങ്ങളും കൂടിയാണ് മെൻഷൻ ചെയ്യേണ്ടതെന്നുള്ള ഐഡിയ വരുന്നത്. മറ്റേ നമ്മൾ മാക്രോ ഏരിയാസ് അല്ലേ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ മാനുഫാക്ചറിങ് പറഞ്ഞതൊക്കെ മാക്രോ ഏരിയാസാണ്. അപ്പോൾ അവിടുന്ന് പോയി ഡീപ്ലി എങ്ങനെയാണ് നമ്മുടെ ലൈഫിലേക്ക് ഇൻ്റർവോൺ ആയെന്ന് വരുന്നത് കൊണ്ടാണ് ഡേ ടു ഡേ ലൈഫാണ് എന്നുള്ള ആ മീനിങ് നമുക്ക് കിട്ടുന്നത്. Okay, that is the crux of that question. Okay, now coming to the next part. What are the striking changes in agriculture triggered by science? Yeah, what are the science-based technologies? So again, straightforward. Okay, striking changes in agriculture triggered by science-based technologies. Heading കൊടുക്കുക. എന്തൊക്കെ പറയാം? ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരുപാട്. GM crops, hybridization, smart agriculture, fertilizers, drip irrigation, weather prediction models. Yes, tractor machines, happy seeder, etc. are examples. Sensors, like digital things that can be used for monitoring plant growth, അതുപോലെ humidity of soil, etc. പിന്നെ drones are being used, right? Okay, now these are the technologies that are being used, but the question is, what are the striking changes in agriculture? So your headings should be what, or your subpoints should be based on the changes that happened. Okay, അപ്പോൾ അങ്ങനെ വേണം എഴുതി പോകാൻ. ഇതൊക്കെയാണ് നമ്മൾ എഴുതാൻ പോകുന്ന പോയിന്റ്സ്. പക്ഷേ നമ്മളുടെ ഹെഡിങ്സ് അങ്ങനെ വരണം. അപ്പോൾ എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും? Modernization of agriculture. അതിന് മുന്നേ I think the first point that we can mention is the increased yield, okay, and achievement of food security. Okay, increased yield and achievement of food security. അവിടെ you mention high yield varieties. Okay, high yield varieties and bio fertilizers. Okay, second, modernization of agriculture leading to higher
profits and scale of agriculture. Above you mention the machines, the tractors, etc. Third aspect. Yes, agriculture is now becoming environment friendly. So, what happened? മനസ്സിലാവുന്നില്ല. എനിക്കാണ് ഇതാണോ high yield varieties, food security. Sorry, അത് മാറ്റാം. My handwriting is really bad. Okay. Yeah, what else? അല്ല ഇപ്പം പറഞ്ഞെന്തായിരുന്നു? Sustainability അല്ലെങ്കിൽ environment friendly or sustainable agriculture. Okay. അത് തന്നെ റിലേറ്റഡ് ആയിട്ട് ക്ലൈമറ്റ് റെസിസ്റ്റൻറ്റ് അഗ്രികൾച്ചർ എന്നുള്ള മെൻഷൻ ചെയ്യാം. അപ്പോൾ അവിടെ മേ ബി യു ക്യാൻ ബ്രിങ് ഇൻ GM ക്രോപ്സ്, ലൈക്ക് സം GM ക്രോപ്സ് ആർ ക്ലൈമറ്റ് റെസിസ്റ്റൻറ്റ് ആസ് വെൽ. അപ്പോൾ ആ ഒരു ആംഗിൾ അവിടെ കൊണ്ടുവരാം. ക്ലൈമറ്റ് റെസിസ്റ്റൻസ്. Yeah. So also value addition. Appo higher value addition, lesser wastage. Okay. So you can maybe say that has 2 points. Like, appo endu change avannennalanu nammal ezhudande. Change vannathu is that now agriculture basic products innenekattum higher value addition kondannu. Food processing improvement lude higher value addition kondannu. Appo avade food processing technologies edutha. Appo value addition. Okay. Higher value addition. Okay, food processing. What else? So avade adu sustainable agriculture inde oru example aayittu edunnaayirikkum nallathu. Okay. Yes, that is a good point. Farmer friendly. Farmer friendly. Appo avade you can mention AI chatbots, then sensor based evaluation of plant growth, pinne weather forecasting using AI. Okay, weather forecasting to reduce losses, etc. Okay, pinne ഇപ്പം തന്നെ ഒരുപാട് പോയിന്റ് ആയി. വേറെ എന്തെഴുതാം? So it has become more inclusive എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ agriculture planning has become more inclusive എന്ന് വേണമെങ്കിൽ ആർഗ്യൂ ചെയ്യാം. അപ്പോൾ അവിടെ you can bring in subsidies for fertilizers, electricity, direct benefit transfer, PM Kisan. Okay, all of that can be mentioned. What else? Soil health. Okay, അപ്പോൾ അതിനെ എങ്ങനെ പറയും? എന്ത് ചേഞ്ചാണ് കൊണ്ടുവന്നത്? Irrigation. No, I got the idea, but what change did it lead to in agriculture? Okay, angane edutham. Okay, so you can reduce land degradation ennulla aspect ondram. That will link to and then you say that this has been achieved by അല്ലെങ്കിൽ effective land utilization and reduced land degradation. ഇപ്പോൾ രണ്ടും എഴുതുമ്പോൾ you can bring in so effective land utilization, and soil enhancement or reduced land degradation. So idile you mentioned the use of soil health evaluation through sensors or like soil health card. പിന്നെ എന്താ പറയാൻ പറ്റുക? Usage of I think that's sufficient. Okay. Nano particles വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം, ബട്ട് വേണ്ട, ഇത്ര മതി. Okay, idea കിട്ടിയോ? Okay,
ഇനി എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ? ഇപ്പോൾ 7 പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. വേറെ എന്തെങ്കിലും, വേറെ ഏത് ഏരിയ? അഗ്രി ലെഡ്ജർ. ഓക്കെ. സോ വേണമെങ്കിൽ ഇപ്പോൾ നമ്മൾ മോഡേണൈസേഷൻ പറയുമ്പോൾ നമ്മൾ പ്രൈമറിലി മറ്റേതാണ് ഫോക്കസ് ചെയ്തത്. അപ്പോൾ ഇതിലെങ്ങനെ പറയും? വി ക്യാൻ മേ ബി ടോക്ക് അബൌട്ട് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ് ഇസ് വി ഓൾറെഡി ഡിസ്കസ്ഡ് ഇല്ല അല്ലേ? ഫിനാൻഷ്യൽ മോഡേണൈസേഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇത് വരുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ ഇസ് ദാറ്റ് the idea is agri ledger or like blockchain into like agricultural systems. Appo that will lead to much better tracking of farm produce and at the same time where are the advantages arilla. Okay, agri ledger nu പറഞ്ഞ ഒരു പോയിന്റ് വേണമെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്തു വെച്ചു. I don't know exactly what usage it has, even I have only heard the term. Basically blockchain technology ആണ്. Okay, maybe to track the payments that are made in the whole value chain system. Okay, for farmer to the final consumer ആ ഒരു സംഭവമായിരിക്കും to ensure that farmer gets due share of the whole thing. അതായിരിക്കാം. അപ്പോൾ maybe you can mention ensuring financial improvement or like financial empowerment of the farmer, something like that. Okay, or financial modernization in general പറയാം, usage of blockchain, agri ledger, etc. ENAM കൊടുക്കാം. അതായത് അവിടെ യു ക്യാൻ ടോക്ക് അബൌട്ട് മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ആ ആസ്പെക്ട്, അതായത് എൻഹാൻസ്ഡ് മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ENAM. ഓക്കെ, കുറേ ആയി. നിങ്ങൾക്ക് ഇനിയും എഴുതാം. ഇനിയും ചിന്തിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുക, ഫ്രം ഫാം ഈ മറ്റേ പ്ലാന്റ് സീഡ് ചെയ്യുന്നത് തൊട്ട് ഇൻപുട്ട് കൊടുക്കുന്ന തൊട്ട് ഫൈനലി മാർക്കറ്റിൽ പ്രൊഡക്റ്റ് എത്തുന്ന വരെയുള്ള ആ ഒരു പ്രോസസ്സ് ചിന്തിക്കാം. അപ്പോൾ ഇനിയും പോയിന്റ്സ് കിട്ടും. ഓക്കെ, അവിടെ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കുമ്പോൾ ഈ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അത്രേ എഴുതാൻ പറ്റുള്ളൂ. ഇതിന് ഇനി വേ ഫോർവേഡ് ഒന്നും എഴുതാനുള്ള സ്കോപ്പില്ല. ഇനി കൺക്ലൂഷനിലേക്കാണ് പോകുന്നത്. കൺക്ലൂഷനിൽ എന്താ എഴുതാം? നൈസ്, ഗുഡ് പോയിന്റ്. ടെക്നോളജി ഈസ് നെവർ ന്യൂട്രൽ. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് പോയിന്റ് കൊണ്ടും നമ്മൾ ഇത്ര നേരം ടെക്നോളജി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അതിൻ്റെ ഒരു പ്രോബബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നെഗറ്റീവായിട്ട് വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യാം. അപ്പോൾ ആ ഒരു സംഭവം പറയാം. ഹൈബ്രിഡ് ക്യാറ്റിൽ വെറൈറ്റീസ്, എഫക്റ്റീവ് യൂസേജ് ഓഫ് ലാൻഡ്. ഓക്കെ, സ്പ്രിംഗ്ലർ ഇറിഗേഷൻ സിസ്റ്റം, ബയോസെൻസർ. വേറെ എന്തെങ്കിലും കൺക്ലൂഷൻ എഴുതിയിരുന്നു ആരെങ്കിലും? എന്തെങ്കിലും കീവേഡ്സ്, എനിത്തിങ്? കൺക്ലൂഷൻ എന്താ എഴുതി? ടൈം കിട്ടിയില്ല. ഓക്കെ, ടൈം ഇത്രയും കൂടുതലായിട്ടാണ്. നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എക്സാമിന് നിങ്ങൾ എത്ര മിനിറ്റിൽ തീർക്കുള്ളൂ? ഇത് കുറയ്ക്കണം. യു ഹാവ് ടു റെഡ്യൂസ് ഇറ്റ്. വാട്ട് എൽസ്? ഓക്കെ, സോ this is a good conclusion, technology related ആയിട്ടുള്ള. അല്ലെങ്കിൽ ഇൻ ജനറൽ യു ക്യാൻ ഗിവ് എ കൺക്ലൂഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ. ഓക്കെ, മേ ബി ഡബിളിങ് ഫാമേഴ്സ് ഇൻകം, അല്ലെങ്കിൽ അഗ്രികൾച്ചറിൻ്റെ ഫുഡ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ സെക്യൂരിറ്റി അച്ചീവ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും എന്നുള്ള ലെവലിലേക്ക് ബേസിക് ആയിട്ടുള്ള കൺക്ലൂഷൻസ് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഓൺ നാനോ ടെക്നോളജി. നിങ്ങൾക്ക് ഇതായിരുന്നല്ലേ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞത്? ഡിഫെൻസ് ആയിരുന്നു. ഓക്കെ, പിന്നെ കുറച്ച് സർപ്രൈസ് 2 ക്വസ്റ്റ്യൻ ഇട്ടതാണ്. കാരണം നാനോ ടെക്നോളജി തന്നെ 3-4 ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് ബി ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. ഓക്കെ, പിന്നെ നിങ്ങൾ ഓൾറെഡി പഠിച്ചല്ലോ ബാക്കിയൊക്കെ. പിന്നെ UPSC ആണ്, സർപ്രൈസസ്. ഹൗ ഡസ് നാനോ ടെക്നോളജി ഓഫർ സിഗ്നിഫിക്കൻറ്റ് അഡ്വാൻസ്മെൻറ്റ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ? How can this technology help to uplift the socio-economic status of farmers? Right. So, എന്താ എഴുതിയ introduction, definition of nanotechnology. Okay. Question is, how does it offer significant advancements in the field of agriculture? So, എന്താണ് nanotechnology എന്ന് എഴുതാം. പിന്നെ എന്തെങ്കിലും ഡയഗ്രാം, എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ?
കോൺട്രിബ്യൂഷൻ ഓഫ് നാനോ ടെക്നോളജി ടു ഡിഫറെൻറ്റ് ഫീൽഡ്സ്, അതൊരു നല്ല ഡയഗ്രമാണ്. എന്നിട്ട് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞിട്ട് എഴുതി പോവാം. വേറെ സെയിം ഫീച്ചേഴ്സ് ഓഫ് നാനോ ടെക്നോളജി, അതും ഒരു നല്ലതാണ്. അപ്പോൾ ആ ടെക്നോളജി നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു എന്നിട്ട് വന്നു. ഇന്ത്യ is still lagging in agricultural mechanization than other countries. Yeah, for the previous question. Okay, that can be mentioned, but don't mention a negative conclusion. Okay, conclusion എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ വയ്ക്കുക. ഓക്കെ, വേറെ എന്താ ഇൻട്രഡക്ഷൻ കൊടുക്കുക? ഐ മീൻ ഇൻട്രഡക്ഷൻ കഴിഞ്ഞ് ഡയഗ്രാം ഓർ സംതിങ്, എനി വാല്യൂ അഡീഷൻ, എനിത്തിങ്? ഓക്കെ, ഇവിടെ അഗ്രികൾച്ചർ എന്നാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഓഫർ സിഗ്നിഫിക്കൻറ്റ് അഡ്വാൻസ്മെൻറ്റ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ എന്നാണ്. അപ്പോൾ നാനോ ടെക്നോളജി ആപ്ലിക്കേഷൻ, അതായത് എന്തൊക്കെ അഡ്വാൻസ്മെൻറ്റ്സ് നാനോ ടെക്നോളജി കൊണ്ട് അഗ്രികൾച്ചറിൽ വരാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ ആസ്പെക്ട്സ് ഒക്കെ ഇതിൽ എഴുതും. അപ്പോൾ അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജനറലായിട്ട് നാനോ ടെക്നോളജീൻ്റെ അഡ്വാൻസ്മെൻറ്റ്സ് എഴുതാൻ നോക്കുക, അല്ലെങ്കിൽ അതിൻ്റെ അപ്ലിക്കേഷൻസ് ഇൻ വേരിയസ് ഫീൽഡിൽ എഴുതാൻ നോക്കുക, അല്ലെങ്കിൽ നാനോ ടെക്നോളജിയുടെ ഫീച്ചേഴ്സ് എഴുതുക. ഇത് രണ്ടുമാണ് ഡയഗ്രമായിട്ട് നമുക്ക് മെയിൻലി വരയ്ക്കാൻ പറ്റുന്നത്. ഓക്കെ, കാരണം 15 മാർക്കറാണ്, അപ്പോൾ നമുക്ക് ഒരുപാട് സ്പേസ് ഉണ്ട്. ഓക്കെ, ദെൻ യു കം ടു വാട്ട് സിഗ്നിഫിക്കൻറ്റ് അഡ്വാൻസ്മെൻറ്റ്സ് ഹാവ് ബീൻ ഗിവൺ ഇൻ ദ ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ. സെയിം ഐഡിയ, മറ്റേ ലൈഫ് സൈക്കിൾ അപ്രോച്ച് എടുക്കാം. തുടക്കം എവിടെ സ്റ്റാർട്ട് ചെയ്യാം? സീഡ്സിൽ എന്താ പറയുക? നാനോ പ്രൈമിങ്. ഓക്കെ, നൈസ് പോയിന്റ്. ഐ ഹവ് നോട്ട് ഹേർഡ്, ബട്ട് യു ക്യാൻ മെൻഷൻ. അപ്പോൾ സീഡ്സിൻ്റെ ഇതിൽ നാനോ പ്രൈമിങ് ഓഫ് സീഡ്സ്. അപ്പോൾ യു ക്യാൻ മേ ബി മെൻഷൻ അഗ്രികൾച്ചറൽ ഇൻപുട്സ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് സീഡ്സിൻ്റെ ഇതിൽ യു ക്യാൻ മെൻഷൻ നാനോ പ്രൈമിങ് ഓഫ് സീഡ്സ്. മേ ബി അതിന് ബെറ്ററായിട്ട് ജെർമിനേഷൻ നടക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, ഓക്കെ, സോ ദാറ്റ് ക്യാൻ ബി മെൻഷൻഡ്. വാട്ട് എൽസ്? യെസ്, സോയിൽ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കോപ്പർ നാനോ പാർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നത് മെൻഷൻ ചെയ്യാം. യെസ്, നാനോ ഫെർട്ടിലൈസേഴ്സ്. ഓക്കെ, നാനോ യൂറിയ ക്യാൻ ബി ആൻ എക്സാമ്പിൾ. പിന്നെ നാനോ പെസ്റ്റിസൈഡ്സ്. അപ്പോൾ അത് നമുക്ക് അടുത്ത സെക്ഷനിൽ എഴുതാം. അപ്പോൾ നമ്മൾ ഇൻപുട്ട്സ് എഴുതി, ഇനി നമുക്ക് ക്രോപ്പ് ഗ്രോത്ത് ആൻഡ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുത്തിട്ട്, സോ ക്രോപ്പ് ഇൻപുട്ട് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഇൻപുട്സ്, പിന്നെ ക്രോപ്പ് ഗ്രോത്ത് ആൻഡ് മെയിൻ്റനൻസ്, അപ്പം അതിലെന്തൊക്കെ പറയാം? നാനോ പറയാം. ന്യൂട്രിയൻ ഡെലിവറി. വാട്ട് ഡിഡ് യു സേ? നാനോ ഫാബ്രിക്കേഷൻ ഫോർ നാനോ ഫാബ്രിക്കേഷൻ ക്യാൻ ബി മെൻഷൻ. ഇപ്പോൾ ഒരുപാട് സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഈ ക്രോപ്പ് മെയിൻ്റനൻസിനും ഗ്രോത്തിനും വേണ്ടി. സോ നാനോ, എന്തെങ്കിലും എക്സാമ്പിൾ ഉണ്ടോ അതിന്? ഓക്കെ, അതാണോ ഇതിൻ്റെ മീനിങ്, നാനോ ഫാബ്രിക്കേഷൻ എന്ന് പറയുമ്പോൾ? ഓക്കെ, ഓക്കെ, ഗ്രോത്ത് ഹോർമോൺസ് ക്യാൻ ബി ഡെലിവേർഡ്, ഓർ ലൈക്ക് വാട്ട് യു സെഡ്, ടാർഗറ്റഡ് ഡെലിവറി ഓഫ് ഹോർമോൺസ്. സോ സെയിം ഐഡിയ. അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സ്, നാനോ ഫെർട്ടിലൈസർ അല്ല, നാനോ പെസ്റ്റിസൈഡ്സ്. ഓക്കെ, അതും ഒരു പോയിൻ്റാണ്. എക്സാമ്പിളാണ് സിൽവർ നാനോ പാർട്ടിക്കിൾസ് ഫോർ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ്. ഓക്കെ, ദാറ്റ് ക്യാൻ ബി മെൻഷൻഡ്. വാട്ട് എൽസ്? Nano sensors. So that is another point. Nano sensors, again, as part of maintenance, nano sensors can be used to evaluate, again, soil quality, humidity, diseases, all of that. ക്വസ്റ്റ്യൻ നാനോ ടെക്നോളജി എങ്ങനെയാണെന്നല്ലേ, നാനോ മിഷൻ എങ്ങനെയാണെന്നല്ലോ. പക്ഷെ അതൊരു ഗവൺമെൻറ് എഫേർട്ടല്ലേ, ഇറ്റ്സ് നോട്ട് ദ ടെക്നോളജി. ക്വസ്റ്റ്യൻ എന്താ, ഹൗ ഡസ് നാനോ ടെക്നോളജി ഓഫർ സിഗ്നിഫിക്കൻറ്റ് അഡ്വാൻസ്മെൻറ്റ്സ് എന്നാണ്. അപ്പോൾ ഇത് നമുക്ക് എഴുതാം, നമുക്കിനി വരുമ്പോൾ എവിടെയെങ്കിലും ഒരു പോയിൻ്റായിട്ട് നമുക്ക് എഴുതാം.
ബട്ട് അത് നാനോ ടെക്നോളജി വരുന്നുണ്ടോ അതിൽ? ഓക്കെ, അത് എഴുതാം. എനി എക്സാമ്പിൾസ്? ഓക്കെ, ബട്ട് ഓക്കെ, യു ക്യാൻ റൈറ്റ് ലൈക്ക് ദാറ്റ്. ഇപ്പം നാനോ ടെക്നോളജി ഒരു നാനോ ലെവൽ സ്റ്റഡി ഓഫ് പ്ലാന്റ് ബയോളജി എന്ന് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. എക്സാമ്പിൾ എനിക്കും അറിയില്ല. സോ ഇഫ് യു ഹാവ് യു ക്യാൻ റൈറ്റ്. അല്ലെങ്കിൽ അപ്പോൾ അത് ദാറ്റ് ഈസ് എ സെപ്പറേറ്റ് ആസ്പെക്ട്. അപ്പോൾ R&D എന്നുള്ള ഒരു ആസ്പെക്ട് എഴുതിയിട്ട് അത് വേണമെങ്കിൽ പറയാം. സോ നാനോ ലെവൽ study of plant biology. What else? Packaging. Nano packaging is so coming to any product vannu കഴിയുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫുഡ് ഇനി ഹാർവെസ്റ്റ്, പോസ്റ്റ് ഹാർവെസ്റ്റ്. അപ്പോൾ പാക്കേജിങ്, നാനോ പാക്കേജിങ്, I mean packaging using nano materials. പിന്നെയോ വേറെന്തൊക്കെയാ? അത് നേരത്തെ ഈ ഫാബ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ അതാണെന്നാണ് വിചാരിച്ചത്. സോ അതും പറയാം. നാനോ കാർബൺ ഫൈബേഴ്സ്, ഐ മീൻ കാർബൺ ട്യൂബ്സ് യൂസ് ചെയ്തിട്ട് സ്ട്രോങ് ആൻഡ് ബട്ട് വെരി എന്താ പറയുക ലൈറ്റ് വെയ്റ്റ് സ്ട്രക്ചേഴ്സ് ക്യാൻ ബി യൂസ് ഫോർ ഗ്രീൻ ഹൗസസ് എക്സെട്ര. എഗെയിൻ തള്ള പോയിൻ്റാണ് അല്ലേ? തള്ള പോയിൻ്റില്ല, എവിടെയും വായിച്ചതാണോ ഇങ്ങനെ ഉണ്ടെന്ന്? വായിച്ചതാണോ? ഓക്കെ. ബട്ട് കോസ്റ്റ്ലി ആയിരിക്കില്ലേ അപ്പോൾ? ഭയങ്കര അറിയില്ല, മേ ബി കോസ്റ്റ്ലി അല്ലായിരിക്കും. പിന്നെ ഓക്കെ, അത്യാവശ്യം പോയിൻറ്റ്സ് ആയിട്ടുണ്ട്. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് യു ബ്രേക്ക് ഇറ്റ് ഡൗൺ ഇങ്ങനെ സബ് ഹെഡിങ്സ് വെച്ചിട്ട്. അപ്പോൾ അഗ്രികൾച്ചറിൻ്റെ കേസിൽ ബെസ്റ്റ് ഇതാണ്. ഇൻപുട്സ്, പിന്നെ അതിൻ്റെ ഗ്രോത്ത് ആൻഡ് മെയിൻ്റനൻസ്, പിന്നെ R&D ഉണ്ടെങ്കിൽ R&D, പിന്നെ പോസ്റ്റ് ഹാർവെസ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മാർക്കറ്റിംഗ്. അല്ലെങ്കിൽ പോസ്റ്റ് ഹാർവെസ്റ്റ് അല്ലെങ്കിൽ ഹാർവെസ്റ്റിന് എഴുതിയിട്ട് പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മാർക്കറ്റിംഗോ അല്ലെങ്കിൽ ഒറ്റ കോമൺ ഹെഡിങ് ആയിട്ട് എഴുതാം. അപ്പോൾ ഈ ഒരു ലൈഫ് സൈക്കിൾ അപ്രോച്ച് എടുക്കുമ്പോൾ നിങ്ങൾക്ക് പോയിന്റ്സ് ഒരുപാട് പെട്ടെന്ന് കിട്ടും. ഇനി ഒരുപാട് കിട്ടിയില്ലെങ്കിലും എക്സാമിനർ തിങ്സ് ദാറ്റ് യു ഹാവ് റിട്ടൺ എ ലോട്ട്. എക്സാമ്പിൾസ് എഴുതാതെ തന്നെ നിങ്ങൾ പോയിന്റ്സ് എഴുതി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഒരുപാട് എഴുതിയെന്നൊരു ഫീലിങ്ങും നിങ്ങൾക്ക് അറിയാമെന്നുള്ളൊരു ഫീലിംഗ് വരും. അപ്പോൾ ട്രൈ ടു റൈറ്റ് ദാറ്റ്. നാനോ പ്രിസർവേറ്റീവ്സ്, ഓക്കെ, ദാറ്റ് ക്യാൻ ബി മെൻഷൻഡ്. നാനോ പ്രിസർവേറ്റീവ്സ് ക്യാൻ ബി മെൻഷൻഡ്. ഓക്കെ, അവിടെ അതും പോസ്റ്റ് ഹാർവെസ്റ്റ്, ഫുഡ് പ്രോസസ്സിങ് എഴുതാട്ടോ ഇതിൽ. കാരണം അഗ്രികൾച്ചർ എന്നാണ്. അപ്പോൾ അവിടെ അഗെയിൻ മാർക്കറ്റിലെത്തുന്നത് വരെ ഉള്ള പ്രോസസ്സ് നമുക്ക് ചിന്തിക്കാം. ഫുഡ് പ്രോസസ്സിങ്ങിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, അടുത്തതോ ഹൗ ക്യാൻ ദിസ് ടെക്നോളജി ഹെൽപ്പ് ടു അപ്ലിഫ്റ്റ് ദ സോഷ്യോ എക്കണോമിക് സ്റ്റേറ്റസ് ഓഫ് ഫാമേഴ്സ്? ഇന്നിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ലേ? ഫാമേഴ്സിനെ വിടാൻ താല്പര്യമില്ലെന്നോ? ഓക്കെ, സോ എന്താ എഴുതാം? food security, better resource utilization. Okay, let's do it in a ഒരു ഓർഡറിൽ ചെയ്യാം. ഓക്കെ, okay. So what are we talking about? The order in which we can discuss this. So uplift the socio-economic status of farmers. So Adyam, let's talk about, you said food security. Pinne you mentioned something. Resource utilization. Better resource utilization. പക്ഷേ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണെന്ന് പറയണം കേട്ടോ. ഇതൊക്കെ വിൽ ഡിസ്കസ് ദാറ്റ്. തേർഡ് യു ക്യാൻ ടോക്ക് അബൌട്ട് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ് ഓഫ് ഫാമേഴ്സ്. What else? Eliminates hidden labor due to better yield. Yeah, so that is similar to the point financial empowerment. Okay,
So that can be mentioned. Pinnayo? No. Reduces the possibility of crop loss. Improves shelf life, therefore improves profit or revenue for the farmer. Financial empowerment, you can link it to the idea of what do you say? Adileki link cheyam, allengil you can also link it to okay, yeah, you can link it to the fact that it will reach more farmers. Basically, more farmers can be employed in another aspect. And then you mentioned അതിന് മുന്നേ പറഞ്ഞെന്തായിരുന്നു? അതായത് reduced crop loss. Okay, reduced crop loss. പിന്നെ you mentioned something. You mentioned shelf life, improve shelf life, and thereby increase revenue. Okay, increase revenue for the farmer. Okay, what else? Access to benefit of better technology improves exports, lifestyle improvement. Okay, farmers' debt burden is reduced. Yeah, that can be mentioned. Like financial improvement nu parayumba aa oru point ingoda kondaram. Debt burden is reduced. Okay, due to better revenue. Okay, debt burden is reduced. Appo cost korayum, reduced cost. Example is nano urea. Okay, reduced cost, thus leading to higher profits. Okay. Disguised unemployment കുറയ്ക്കും. അപ്പോൾ അത് ഒരു സെപ്പറേറ്റ് പോയിന്റ് ആയിട്ട് എഴുതാം. Again, reduced improved efficiency അങ്ങനെ എഴുതിയാൽ മതി. I think that will be better. Improved efficiency of labor utilization. Improved efficiency of labor utilization. And you can, in bracket, you can write reduces. എങ്ങനെയാണ് അത് ചെയ്യുന്നത്? By അപ്പോൾ പ്രൊഡക്ടിവിറ്റി എന്ന് എഴുതാം. എഫിഷ്യൻസി ഓഫ് ലേബർ എന്ന് പറയുന്ന കാട്ടും ഇംപ്രൂവ്ഡ് ലേബർ പ്രൊഡക്ടിവിറ്റി ത്രൂ ദ യൂട്ടിലൈസേഷൻ ഓഫ് ടെക്നോളജി എന്ന് എഴുതാം. ഓക്കെ, ദെൻ യു ക്യാൻ ഓൾസോ ടോക്ക് അബൌട്ട് increased value addition in products leading to better returns. Okay, so higher value addition through nanotechnology based processing leading to better value addition, improved exports, improved marketing or distribution can be mentioned. Okay, so nanotech based food processing leading to better exports, etc. Nanotech based food processing. Anything else? Transition to yes, that is a good point. Transition to sustainable and scientific farming. Then there you can give examples of weather forecasting, crop loss prediction, etc. ഇപ്പോൾ പറഞ്ഞത് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ആൻഡ് സയൻറ്റിഫിക് ഫാമിംഗ്. ഓക്കെ, അത്യാവശ്യം പോയിന്റ്സ് ആയിട്ടുണ്ട്. മറ്റേ നമ്മളൊരു 8 points ഹിയർ, അഗെയിൻ അനദർ 8-10 points. എനി അതർ ഡയമെൻഷൻ ദാറ്റ് ക്യാൻ ബി ബ്രോട്ട് ഇൻ. അതായത് ഈ രണ്ട് ചോദിച്ചിരിക്കുന്നത് ഡയറക്റ്റാണ് ചോദിക്കുന്നത്, ഹൗ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ബേസിക്കലി വേണ്ട, പക്ഷെ എന്തെങ്കിലും എഴുതാൻ പറ്റുകയാണെങ്കിൽ ഒരു വാല്യൂ അഡീഷൻ പോലെ വരും. വേണമെങ്കിൽ ലിമിറ്റേഷൻ്റെ ഒരു ഡയഗ്രാം എഴുതാം. ചാലഞ്ചസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഓഫ് നാനോ ടെക്നോളജി എന്ന് പറഞ്ഞിട്ട്
ആക്ച്വലി നാനോ യൂറിയ അത്ര എഫിഷ്യൻ്റ് അല്ല എന്ന് പറഞ്ഞ റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഈ അടുത്ത്. അപ്പോൾ അത് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. പിന്നെ എന്താ, ഇത് ഭയങ്കര ഹൈ ഇൻപുട്ട് കോസ്റ്റാണ്. ഇപ്പം ഇത് മൊത്തം റിസർച്ചിനും ഒക്കെ ഭയങ്കര ഇൻപുട്ട് കോസ്റ്റ് ഉണ്ടാവും ഈ ഒരു സംഭവത്തിന്, നാനോ ടെക്നോളജിക്ക്. ഇൻഫർമേഷൻ അസിമെട്രി, പിന്നെ നാനോ ടോക്സിസിറ്റി, ഇപ്പോൾ ഇതൊക്കെ പോയിന്റ്സ് ആണ്. അപ്പോൾ ലിമിറ്റേഷൻസ് ക്യാൻ ബി മെൻഷൻഡ്. യു ക്യാൻ ഡ്രോ you can draw something like a sun diagram or like a spider diagram or something, and then maybe mention the limitations. Nano toxicity, high input cost, high R&D cost, പിന്നെന്തായിരുന്നു പറഞ്ഞത്? Information asymmetry. Farmers may not be aware of these technologies and they may not get access to these technologies. So information asymmetry might not really take these benefits to the farmers or the needy farmers. Okay, and then in conclusion, you can definitely have to mention nano mission. Okay, so there is a nano mission of the government. So nano mission mention cheya, and then you can say that nanotechnology has the potential to double farmers' income. Standard aitla idana. Any other? Long-standing impact. What is the long-standing impact? അറിയത്തില്ല. അറിയത്തില്ല എന്ന്. ഓക്കെ. അങ്ങനെയും ചിന്തിക്കാം. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ എഴുതാം. അതായത് ലോങ് സ്റ്റാൻഡിങ് ഇമ്പാക്റ്റ് എന്താണെന്ന് അറിയില്ല എന്നുള്ളതുകൊണ്ടുള്ള പ്രോബ്ലംസ്. കൺക്ലൂഷൻ വേറെ എന്തെങ്കിലും? എന്താണ് 0.65%? നാനോ ടെക്നോളജി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് കൂട്ടണം എന്ന് വേണമെങ്കിൽ പറയാം. ദാറ്റ്സ് എ ഗുഡ് പോയിന്റ്. GDP കോൺട്രിബ്യൂഷൻ ഓഫ് നാനോ ടെക്നോളജി കൂട്ടണം. ചൈന പോലത്തെ കൺട്രീസിൽ അത് മച്ച് ഹയർ ആണ്. അപ്പോൾ ദാറ്റ് ക്യാൻ ബി റിട്ടൺ. I think that's sufficient. Okay, let's go to the next question. Lab to market. Okay, that is a keyword that can be mentioned. Lab to market. ഇപ്പോൾ ഇത് നാനോ ടെക്നോളജി ഫുൾ ലാബിൽ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും മാർക്കറ്റിലേക്ക് എത്തിക്കാൻ പറ്റണം എന്നുള്ളൊരു ആർഗ്യുമെൻ്റ് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. Okay, what else? So next question is, in a globalized world, intellectual property rights assume significance and are a source of litigation. Broadly distinguish between the terms copyrights, patents and trade secrets. Okay, so question core part idana, distinguishing copyrights, patents and trade secrets. Adu endayalum korchu adhigam space edukkum ezhudan, but also initial partly you can address this thing. Okay, the importance of IPR and the problems that are associated with IPR. So how will you start? IPR define ചെയ്ത് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യണം എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഡെഫിനേഷൻ എഴുതിയിട്ട് ബ്രാക്കറ്റിൽ വിപ്പോൻ്റെ ഡെഫിനേഷൻ ആണെന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, പിന്നെ വിപ്പോ ഈസ് എനിക്കൊന്ന് വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ. 5 IPRകൾ അറിയാമെങ്കിൽ ഏതൊക്കെയാണെന്ന് എഴുതാം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെഴുതാം? അസ്യൂം സിഗ്നിഫിക്കൻസ് എന്നല്ലേ എഴുതിയേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ലൈൻ എന്തായാലും നിങ്ങൾ അഡ്രസ്സ് ചെയ്യണം. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡയറക്റ്റ്ലി ക്വസ്റ്റിൻ്റെ ഭാഗമല്ല, പക്ഷെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യാതെ പോരുത്. ഓക്കെ, ഇവിടെ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ഇറ്റ് അസ്യൂം സിഗ്നിഫിക്കൻസ് എന്നാണ്. അപ്പോൾ അത് എഴുതണം. ഓക്കെ, അപ്പോൾ യു ക്യാൻ ഡ്രോ മേ ബി എ ഡയഗ്രാം, ഒരു സൺ ഡയഗ്രാം അങ്ങനെ എന്തെങ്കിലും വരച്ചിട്ട് സിഗ്നിഫിക്കൻസ് ഓഫ് IPR
എന്നിട്ടൊരു 3-4 പോയിന്റ്സ്. പക്ഷേ ആസ് എ സോഴ്സ് ഓഫ് ലിറ്റിഗേഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഒരു ലിങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക, അല്ലാന്നുണ്ടെങ്കിൽ അഗെയിൻ ഡ്രോ അനദർ ഡയഗ്രാം, litigation issues associated with IPR. ഓക്കെ, മെയിൻലി 2 ഏരിയയിലാണ് ലിറ്റിഗേഷൻ വരുന്നത്. ഒന്ന് ഡൊമസ്റ്റിക് ലെവലും ഒന്ന് ഇൻ്റർനാഷണൽ ലെവലും. ഇപ്പോൾ WTOയിലൊക്കെ ഒരുപാട് ലിറ്റിഗേഷൻ വരുന്നുണ്ട് ബിക്കോസ് ഓഫ് ലൈക്ക് ഇപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസ് വേഴ്സസ് ഡെവലപ്ഡ് കൺട്രീസ് ലിറ്റിഗേഷൻ. പിന്നെ ഇന്ത്യയിലും ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ലിറ്റിഗേഷൻ, ലൈക്ക് ഡൊമസ്റ്റിക് ലെവലിലും ഇതിൻ്റെ ലിറ്റിഗേഷൻ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ള മേ ബി ഒരു 2-3 പോയിന്റ് എഴുതിയാലും മതി, കാരണം ഇതിനെക്കുറിച്ച് അധികം ചിലപ്പോൾ എഴുതാൻ നിങ്ങൾക്ക് അറിയണമെന്നില്ല. ഇത് എഴുതിയ ആരെങ്കിലും ഉണ്ടോ? ലിറ്റിഗേഷൻ എഴുതിയോ? എന്താ എഴുതിയ? കേട്ടില്ല. ആ ആ ഓക്കെ, അത് എവിടെ എഴുതി? ഇൻട്രൊഡക്ഷനിൽ എഴുതി. ഓക്കെ ഓക്കെ, അത് ആക്ച്വലി ഒരു കേസ് സ്റ്റഡി ആയിട്ട് എവിടെയെങ്കിലും മെൻഷൻ ചെയ്യായിരുന്നു. കാരണം നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അഡ്രസ്സ് ചെയ്യണ്ടേ, അത് അഡ്രസ്സ് ചെയ്തോ? ആ ഓക്കെ, സിഗ്നിഫിക്കൻസ് ലിങ്ക് ചെയ്യാനായിട്ട്, എന്നിട്ട് നേരെ ഡിഫറൻഷിയേഷൻ അതിലേക്ക് വന്നു. ഓക്കെ ഓക്കെ, അതായത് ആരെങ്കിലും ഇത് ഫസ്റ്റ് ഈ സിഗ്നിഫിക്കൻസ് എഴുതി പിന്നെ ലിറ്റിഗേഷൻ എഴുതി പിന്നെ ഡിഫറൻസ് എഴുതി അങ്ങനെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഓക്കെ, അല്ല ഞാൻ ചോദിച്ചതാ, കാരണം ഇതിന് എക്സാമിനർ മേ ഗിവ് സം എലമെൻറ്റ് ലൈക്ക് സം മാർക്സ് ഫോർ ദിസ് പോർഷൻ ബട്ട് നോട്ട് മേ ബി ഫുൾ ഹാഫ് മാർക്സ്. ഓക്കെ, ഇതിനായിരിക്കും കൂടുതൽ മാർക്സ് വരിക ഈ പോർഷന്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എഴുതുമ്പോൾ ഒരു 1.5 പേജ് ഇതും പിന്നെ 1.5 പേജ് ഇതും എഴുതി കഴിഞ്ഞാൽ, 1.5 പേജ് ഇത് എഴുതാനുള്ള സ്പേസ് ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് നമുക്ക് പോയിന്റ്സ് ഇല്ല. പക്ഷേ അത്രയും ചിലപ്പോൾ എഴുതേണ്ടി വന്നേക്കാം. മറ്റേതിന് ഒരുപാട് സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്ക് കുറഞ്ഞു പോവാം. ഓക്കെ, അപ്പോൾ എനിവേ, സോ ഗോട്ട് ദി ഐഡിയ. ആദ്യം സിഗ്നിഫിക്കൻസ് മെൻഷൻ ചെയ്യണം, പിന്നെ ലിറ്റിഗേഷൻ്റെ ആസ്പെക്ട്സ് മെൻഷൻ ചെയ്യണം, പിന്നെ യു കം ടു ദ ഡിഫറൻസിയേഷൻ. ഓക്കെ ഓക്കെ, സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്? Protects innovation and creativity, protects indigenous technology or indigenous inventions, brings about a global standardization of intellectual property, inspires creation of more talent pool, especially startups. Pinne yeah, that can be mentioned. Profits ഡ്യൂ ആയിട്ട് അത് എന്താ ഇൻവെൻറ്റ് ചെയ്ത ആ ഒരു ഓർഗനൈസേഷനിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഇത് കിട്ടും. റെഡ്യൂസസ് തെഫ്റ്റ് ഓർ റെഡ്യൂസസ് ട്രേഡ് സീക്രട്ട് ലോസ് എക്സെട്ര. വാട്ട് എൽസ്? കേസ് സ്റ്റഡി അതെവിടെയെങ്കിലും ഒരു എക്സാമ്പിളായിട്ട് എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ കേസ് സ്റ്റഡി ആയിട്ടൊരു സൈഡിൽ വല്ലതും മെൻഷൻ ചെയ്യാം. ഓക്കെ, പ്രിഫറബിളി അത് എനിക്കൊന്ന് എക്സാമ്പിളായിട്ട് എവിടെയെങ്കിലും മെൻഷൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. പ്രാഡ, കൊലാപ്പൂരി ചപ്പൽ, പിന്നെ മറ്റേ ലേസ്, വെബ്സിക്കോൻ്റെ എക്സാമ്പിൾ ഉണ്ട്. സോ അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും നിങ്ങൾ 2-3 എവിടെയെങ്കിലുമൊക്കെ മെൻഷൻ ചെയ്താൽ നല്ലതാണ്. എസ്പെഷ്യലി ഈ കോപ്പിറൈറ്റ്സ്, പേറ്റൻറ്റ്സ്, ട്രേഡ് സീക്രറ്റ്സ് എന്ന് പറയുന്ന ഡിസ്റ്റിങ്വിഷിംഗ് പോയിന്റ് വരുമല്ലോ, അവിടെ യു വിൽ ബി ഏബിൾ ടു മെൻഷൻ എ ലോട്ട് ഓഫ് എക്സാമ്പിൾസ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ വേരിയസ് ടൈപ്സ് ഓഫ് IPR. ഓക്കെ, സോ വാട്ട് ആസ് എ സോഴ്സ് ഓഫ് ലിറ്റിഗേഷൻ എന്തൊക്കെ എഴുതാൻ പറ്റും? ഒന്ന്, വി ക്യാൻ ടോക്ക് അബൌട്ട് ഹൗ ദർ ഇസ് എ ലോട്ട് ഓഫ് ലിറ്റിഗേഷൻ റിഗാർഡിങ് വാക്സിൻസ്. ഓക്കെ, ഇപ്പോൾ ഫൈസറിൻ്റെ ഒക്കെ വാക്സിൻസിന് അതിന് IPR ലിറ്റിഗേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഇന്ത്യൻ ജനറിക് മെഡിസിൻസ് ഉണ്ടാക്കുന്നതിൻ്റെ litigation emerge ചെയ്യുന്നുണ്ട് in WTO and all. So that can be mentioned. Okay, ഇപ്പോൾ ഗ്ലോബൽ ലെവലിൽ there is a lot of IPR related litigation. പിന്നെ ഇത് ഈ സംഭവം പറയാം, അതായത് ഇൻഡിജിനസ് ആയിട്ടുള്ള ഐഡിയാസ് അല്ലെങ്കിൽ ഇൻഡിജിനസ് ആയിട്ടുള്ള ട്രഡീഷൻസിനെ ഇതുപോലെ കമ്പനീസ് മോണോപ്പൊളൈസ് ചെയ്യാൻ നോക്കുന്നത് ലീഡിങ് ടു ലിറ്റിഗേഷൻ. അവിടെ ഒന്നിൽ ലേസിൻ്റെ എക്സാമ്പിൾ, ഐ തിങ്ക് പ്രാഡ ആ എക്സാമ്പിൾ ആയിരിക്കും കുറച്ചും കൂടെ വാലിഡ് ആയിട്ട് വരും.
ബസ്മതി റൈസിൻ്റെയും പറയാം. പിന്നെ ഒരു ടേമറിക്കിൻ്റെ എക്സാമ്പിൾ ഉണ്ടായിരുന്നു, അതും ഓക്കെ. ടേമറിക്കിൻ്റെ എന്താ മെഡിസിനൽ ബെനിഫിറ്റ്സോ അങ്ങനെ എന്തോ അല്ലേ? സോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ എക്സാമ്പിൾസ് എഴുതുക. അപ്പോൾ അവിടെ യു ക്യാൻ ഓൾസോ ബ്രിങ് ഇൻ മറ്റേ ഡിജിറ്റൽ നോളജ് ലൈബ്രറി ആ പോയിന്റ് അവിടെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ കൺക്ലൂഷനിൽ കൊണ്ടുവരാം. ഓക്കെ, we'll have to write some way forward or something here because question is very broad. അപ്പോൾ ഒരു വേ ഫോർവേഡ് എന്തെങ്കിലുമൊക്കെ അവസാനം കൊണ്ടുവന്നിട്ട് കൺക്ലൂഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വേ ഫോർവേഡ് പറയാനുണ്ട് നമുക്ക്. ഓക്കെ, ലിറ്റിഗേഷൻ എന്നുള്ള ആസ്പെക്റ്റ് വന്നല്ലോ. സോ നൗ കമ്മിങ് ടു ഡിസ്റ്റിങ്വിഷിംഗ് ബിറ്റ്വീൻ കോപ്പിറൈറ്റ്സ്, പേറ്റൻസ് ആൻഡ് ട്രേഡ് സീക്രറ്റ്സ്. വെരി ഫാക്ച്വൽ. ഓക്കെ, ഐ നോ ദാറ്റ്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ. ബട്ട് പ്രിലിംസ് ലെവലിലുള്ളൊരു കണ്ടൻറ്റ്, ആ ഒരു ബേസിക് സാധനം അറിയാം. എന്താണ് കോപ്പിറൈറ്റ്? ആർട്ടിസ്റ്റിക് വർക്ക്. ഓക്കെ, അപ്പോൾ അതിനൊരു വേണമെങ്കിൽ ഇന്ത്യൻ കോപ്പിറൈറ്റ്സ് ആക്ട് അത് എഴുതാം. ഓക്കെ, ഈ ആക്ടിൻ്റെ അടിയിലാണ് വരുന്നത് എന്നുള്ള സംഭവം എഴുതാം. പിന്നെ പേറ്റൻസ്. വാട്ട് ഈസ് പേറ്റൻറ്റ്? ഡിസൈൻസ്, ഇൻവെൻഷൻസ്, ഇന്നോവേഷൻസ്, വാക്സിൻസ് ആർ എക്സാമ്പിൾസ്. ബട്ട് ഇതിന് മൂന്നിനും ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഡെഫിനിഷൻ കൊടുത്തിട്ട് എക്സാമ്പിൾ കൊടുക്കുക റാദർ ദാൻ ഗിവിങ് എക്സാമ്പിൾ ഡയറക്ട്ലി. ട്രേഡ് സീക്രട്ട് എന്താ? സോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇനി ഡയറക്റ്റ് ഡെഫിനിഷൻ അറിയില്ലെങ്കിൽ ഒരു മേഡപ്പ് ഡെഫിനിഷൻ. ട്രേഡ് സീക്രട്ടിൻ്റെ മീനിങ് അറിയാമല്ലോ. ദറ്റ് ബേസിക്കലി ഒരു കമ്പനി ഹോൾഡ്സ് എ പെർട്ടിക്കുലർ method or recipe or some preparation strategy or technology that is unique to their product or their processing. So that is what is trade secret. Then you give an example. Okay, pinne ഏറ്റവും ട്രേഡ് സീക്രട്ടിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് പെപ്സി, കൊക്കക്കോള, ആ സംഭവം. ഓക്കെ, അവരുടെ ഫോർമുലേഷൻ, ദാറ്റ് ഇസ് എ വെരി ക്ലാസിക് എക്സാമ്പിൾ. ഓക്കെ, ദെൻ യു കം ടു ഇനി ഇതിനെ എങ്ങനെ എന്തൊക്കെ കാറ്റഗറീസിൽ നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യും? ഇപ്പോൾ നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞു. ഇപ്പോൾ നമുക്ക് ഡെഫിനിഷനും സ്കോപ്പും എല്ലാം കൂടെ ഒരു ഇതിൽ പറയുന്നതിന് പകരം ഡെഫിനിഷൻ ആദ്യം പറയാം, പിന്നെ യു ഗോ ടു ദ സ്കോപ്പ്. ഓക്കെ, സോ സ്കോപ്പ് ഓഫ് ദിസ് ഏരിയ. ഇപ്പോൾ കോപ്പറേറ്റ്സ് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് പിന്നെ മെൻഷൻ ചെയ്യുന്നത് ആദ്യം തന്നെ പോയിട്ട് എല്ലാം എഴുതി വെക്കേണ്ട. ആർട്ടിസ്റ്റിക് സംഭവമാണെന്ന് എഴുതുക, അത് കഴിഞ്ഞിട്ട് ആർട്ടിസ്റ്റിക് ഇതിൽ എന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾസ് പോലെ മെൻഷൻ ചെയ്യാം. അപ്പോൾ മ്യൂസിക് വരും, ആർട്ട് വർക്ക് വരും, ഫിലിംസ്. അപ്പോൾ അങ്ങനെ അത് എഴുതാം. അവിടെ ഇളയരാജൻ്റെ എക്സാമ്പിൾ എഴുതാം. ഓക്കെ, പുള്ളിക്ക് കോപ്പറേറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അടുത്തതിൽ പേറ്റൻസ്. ഇപ്പോൾ പേറ്റൻസിൻ്റെ എക്സാമ്പിൾ, പേറ്റൻസിൻ്റെ കാറ്റഗറീസ് ഏതൊക്കെയാണെന്നുള്ള വേണമെങ്കിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അപ്പോൾ അവിടെ ഈ പറഞ്ഞ വാക്സിൻസും മെഡിക്കൽ ഇൻവെൻഷൻസ്, അതുപോലെ ടെക്നോളജി, മാനുഫാക്ചറിങ് ടെക്നോളജി, അങ്ങനത്തെ കാര്യങ്ങൾ എഴുതാം. പിന്നെ എക്സാമ്പിൾസ് എഴുതാം. ട്രേഡ് സീക്രട്സ് അതുപോലെ തന്നെ. പിന്നെ എന്താ എഴുതാൻ പറ്റും? ടൈം പീരീഡ് എഴുതാം. അതായത് ഇതിൻ്റെ വാലിഡിറ്റി എത്രയാണെന്നുള്ളത്. ഇപ്പോൾ കോപ്പിറൈറ്റ്സ് ആണെങ്കിൽ ലൈഫ് ടൈം ഓഫ് ദാറ്റ് പേഴ്സൺ പ്ലസ് 60 years ആണ്. 60 അല്ലേ? 60 ആണെന്ന് തോന്നുന്നു. 60 ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, അത് വേരി ചെയ്യട്ടോ. ഇത് ഓരോ സ്ഥലത്ത് ഓരോ ഇതായിരിക്കും. ബട്ട് ലാർജ്ലി ഈ ഒരു റേഞ്ചാണ്, ലൈഫ് ടൈം ഓഫ് ദ പേഴ്സൺ പ്ലസ് 60 years. പിന്നെ പേറ്റൻസ് ആണെങ്കിൽ മോസ്റ്റ്ലി 20 years ആണ്. ചില സ്ഥലങ്ങളിൽ കുറവും കൂടുതലും ഒക്കെ കാണാറുണ്ട്. അപ്പോൾ മോസ്റ്റ്ലി 20 odd years ആണ് വരാറുള്ളത്. ട്രേഡ് സീക്രട്ട് ഇല്ല, ഐ തിങ്ക് അതിന് ടൈം ലിമിറ്റ് ഇല്ലയെന്ന് തോന്നുന്നു. ഇറ്റ്സ് ഫോർ എവർ ഐ ഗെസ്. ആ ബ്രാൻഡ് എക്സിസ്റ്റ് ചെയ്യുന്നത് വരെ അതിൻ്റെ വാലിഡിറ്റി ഉണ്ടാവും. ഓക്കെ, പിന്നെന്താ എഴുതാൻ പറ്റും? ഇതിൻ്റെ അടിയിൽ ആക്ട് ഏതൊക്കെയാണെന്നുള്ളത് മെൻഷൻ ചെയ്യാം. ഓക്കെ, അത് ആദ്യം തന്നെ മെൻഷൻ ചെയ്യുന്നതിന് പകരം സബ്സിക്വൻ്റ്. അപ്പോൾ ദി വേരിയസ് ലോസ് ദാറ്റ് പ്രൊട്ടക്ട് കോപ്പിറൈറ്റ്സ്, ട്രേഡ് സീക്രറ്റ്സ് ആൻഡ് പേറ്റൻസ്, അത് മെൻഷൻ ചെയ്യാം. ഓക്കെ, വാട്ട് എൽസ്? ഓക്കെ, പിന്നെ കുറേ പോയിൻറ്റ്സ്, 2-3 പോയിൻറ്റ്സ് ഉണ്ട്. ഒന്ന് ലീഗൽ റെമഡി ഒരു പോയിൻ്റാണ്. അതായത് ഇതിൻ്റെ അടിയിൽ എന്ത് ലീഗൽ റെമഡിയാണ് പോസിബിൾ എന്നുള്ളത്. ഇപ്പോൾ കോപ്പിറൈറ്റ് ആണെങ്കിൽ സിവിൽ ഓർ ക്രിമിനൽ ആക്ഷൻ ഉണ്ടാവാം. IPR ആണെങ്കിൽ
ഡാമേജ് റിവോക്കേഷൻ ചെയ്യാം. ഇപ്പോൾ കോപ്പിറൈറ്റ് ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ ഫുള്ളി അത് ലോസ്റ്റായി. അപ്പോൾ അതിനെന്താ ഒരു ക്രിമിനൽ കേസ് പോലെയാണ്. ഇറ്റ്സ് ലൈക്ക് സ്റ്റീലിംഗ് സംതിങ്. പേറ്റൻ്റ് ആണെങ്കിൽ if someone is using it already, you can pay, like ask them to pay for the damages, or like ask them to pay for the profit they have already made, right? അത് പറയാം. ട്രേഡ് സീക്രട്ട് ആണെങ്കിലും സിമിലർ ഐഡിയ ആണ്. അഗൈൻ ലീഗൽ ക്രിമിനൽ കേസായിട്ട് ഫയൽ ചെയ്യാം, ബിക്കോസ് ഇറ്റ്സ് അഗൈൻ ലൈക്ക് തെഫ്റ്റ്. ഓക്കെ, സോ അങ്ങനെയൊക്കെ തള്ളി വയ്ക്കുക എന്നുള്ളതാണ് ഇതിലൊരു ഇത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ there is a point here mentioned, disclosure. Okay, when can you disclose that you have this kind of a IPR in you, with you? Okay, but disclose ചെയ്താലേ, അതായത് ഉണ്ടെന്ന് ഡിസ്ക്ലോസ് ചെയ്താലേ പേറ്റൻറ്റ് കിട്ടുള്ളൂ. യു ഹാവ് ടു ഫസ്റ്റ് ഫയൽ ഇറ്റ്, റൈറ്റ്? ഒരു ആർട്ടിസ്റ്റിക് സംഭവത്തിൻ്റെ കേസാണെങ്കിൽ അത് ഉണ്ടാവുന്ന മൊമെൻ്റ് തൊട്ട് അത് ബേസിക്കലി കോപ്പിറൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് ആർഗ്യുമെൻറ്റ്. ട്രേഡ് സീക്രട്ടിൻ്റെ കേസിൽ ഡിസ്ക്ലോഷർ ഇല്ല, ബിക്കോസ് അങ്ങനെ ഒരു ട്രേഡ് സീക്രട്ട് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. ദർ ഇസ് ഓൾവേസ്, ഈ പെപ്സിയുടെ കേസിൽ അതാ പറയുന്നത്, അതായത് അവർക്കൊരു സ്പെഷ്യൽ ഫോമിൽ ഉണ്ടോ എന്ന് തന്നെ ഒരു ഡൗട്ടാണ് എന്നുള്ളത് പറയും. അപ്പോൾ അത് ഒരു കീ എലമെൻ്റ് ആണ്. അപ്പോൾ ട്രേഡ് സീക്രട്ട് ഇസ് ബേസിക്കലി സംതിങ് ദറ്റ് വി ഡു നോട്ട് നോ വാട്ട് ഇറ്റ് ഇസ്, ബിക്കോസ് ഇറ്റ് കനോട്ട് ബി ഡിസ്ക്ലോസ്ഡ്. അപ്പോൾ ആ ഒരു എലമെൻറ്റും കൂടെ മെൻഷൻ ചെയ്യാം. ഓക്കെ, ദെൻ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുക. വാട്ട് ക്യാൻ ബി ദി നെക്സ്റ്റ് പാർട്ട്? ഇഷ്യൂസ് നമ്മൾ ഒന്നില്ലെങ്കിൽ ആദ്യം ലിറ്റിഗേഷൻ എന്നുള്ളതിൽ മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ മെൻഷൻ ഹിയർ, ഓർ യു ക്യാൻ ഡയറക്ട്ലി ഗോ ടു ദ വേ ഫോർവേഡ്. വേറെ എന്തൊക്കെ ഇഷ്യൂസ് പറയാൻ പറ്റും? എവർഗ്രീനിങ് ഓഫ് പേറ്റൻസ്. ചെറിയ ചെറിയ ഫോർമുലേഷൻസ് അഡീഷണൽ കൊണ്ടുവന്നിട്ട് അതിനെ പേറ്റൻറ്റിനെ എവർഗ്രീൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഫാർമാസ്യൂട്ടിക്കൽ അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ്. ഈ ഫിക്സ് ഡോസ് കോമ്പിനേഷൻ ഫാർമ എൻ്റെ എക്സാമ്പിളാണ്. വേറെന്താ? കമ്പൽസറി ലൈസൻസിങ്. അതായത് ഈ IPR വരുമ്പോൾ certain countries have the right or the idea of compulsory licensing, whereby the government can compulsorily make the patent to be made disclosed, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാവർക്കും കൊടുക്കാൻ ആക്സസിബിൾ ആവാം എന്നുള്ളൊരു ഇതിലേക്ക് വരാം. അപ്പോൾ അതൊരു ഐഡിയ ആണ് കമ്പൽസറി ലൈസൻസിങ്, വിച്ച് ഇസ് ആക്ച്വലി സംതിങ് ദാറ്റ് ഡെവലപ്ഡ് കൺട്രീസ് ഹാവ് എ പ്രോബ്ലം വിത്ത്. ലൈക്ക് ദേ ഓൾ ഹാവ് ദിസ് ഐഡിയ, ബട്ട് ഇന്ത്യയിലൊക്കെ അത് യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നത് കമ്പനീസ് ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് അപ്പോൾ ഇതിൻ്റെ കൺട്രോൾ. ദേ ക്യാൻ അറ്റ് എനി പോയിൻ്റ് ഓഫ് ടൈം ആസ്ക് ദിസ് പേറ്റൻറ്റ് ടു ബി മെയ്ഡ് അവൈലബിൾ ടു ഓൾ ദ പീപ്പിൾ അറ്റ് എ പ്രൈസ്. ഓക്കെ, ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നല്ല, പക്ഷേ ഈ പേറ്റൻറ്റ് വേറൊരു കമ്പനിക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് കമ്പൽസറിലി പറയാം, ഫോർ പബ്ലിക് ഇൻട്രസ്റ്റ്. ഇപ്പോൾ വാക്സിൻ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. വാക്സിൻസ് അല്ലെങ്കിൽ ലൈഫ് സേവിങ് ഡ്രഗ്സ്. ഓക്കെ, ഇതൊക്കെ കമ്പൽസറിലി വേറൊരു കമ്പനിക്ക്, വേറെ മൾട്ടിപ്പിൾ കമ്പനീസിലേക്ക് കൊടുക്കണം ഫോർ ചീപ്പർ പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ ഫോർ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ എന്ന് വേണമെങ്കിൽ ഗവൺമെൻറ്റിന് പറയാം. ഇതൊരു പ്രോബ്ലമാണ്. ആൻഡ് വാട്ട് ഇസ് ദ പ്രോബ്ലം? ഇറ്റ് ഹിൻഡേഴ്സ് കമ്പനീസ് ഫ്രം കമ്മിങ് അപ്പ് വിത്ത് ഇന്നോവേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റൊക്കെ അപ്പോൾ അവർ കൂട്ടും. ബാക്കി ഇതിൻ്റെ കോസ്റ്റ് അവർ കൂട്ടും, ഈ പ്രൊഡക്ഷൻ്റെയും അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിൻ്റെ. ഓക്കെ, അപ്പോൾ അത് ഇസ് എ പ്രോബ്ലം ദറ്റ് വിൽ ഹിൻഡർ ഇന്നോവേഷൻ. വേറെന്താ പറയുക? യെസ്, ഹ്യൂമാനിറ്റേറിയൻ ആംഗിൾ ഉണ്ട്. അതായത് ചില ലൈഫ് സേവിങ് ഡ്രഗ്സിനൊക്കെ ഭയങ്കര വിലയാണ്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ, ഇപ്പം എത്ര കോടികളുടെ വിലയുള്ള ഡ്രഗ്സാണ് പലതും. അപ്പോൾ അതൊക്കെ പേറ്റൻറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർ ആർട്ടിഫിഷ്യലി ഭയങ്കര ഹൈ ആയിട്ട് ചിലപ്പോൾ വെക്കാറുണ്ട്. അപ്പോൾ അതൊരു പ്രോബ്ലമാണ്. അപ്പോൾ ഇറ്റ് ക്രിയേറ്റ്സ് ഹ്യൂമാനിറ്റേറിയൻ ഇഷ്യൂസ്. വോൾവോ, യെസ്, അവരത് എടുത്തിട്ടില്ല. അത് നല്ലൊരു കേസ് സ്റ്റഡിയാണ്. ദാറ്റ് ക്യാൻ ബി മെൻഷൻഡ്. സോ സീറ്റ് ബെൽറ്റ്സ് വർ ഡെവലപ്ഡ് ബൈ വോൾവോ, ബട്ട് ദേ ഡിഡ് നോട്ട് ടേക്ക് പേറ്റൻറ്റ് ഫോർ ദാറ്റ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് സേഫ്റ്റി പേർപ്പസ്. ഓക്കെ, അപ്പോൾ ആ ഒരു ആംഗിളിലുള്ള സംഭവം പറയാം. റേഡിയം ഇൻവെൻഷൻ. റേഡിയം ഇൻവെൻഷൻ എന്താ? ഓക്കെ, ദാറ്റ് ഇസ് എ ഗുഡ് പോയിന്റ്. ഓക്കെ, സോ ഇഷ്യൂസ്. പിന്നെ ഇനി വേ ഫോർവേഡ് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യയുടെ കേസിൽ പറയാം. അതായത് ഇന്ത്യയിൽ എന്ത് കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഇൻ ജനറൽ എന്തൊക്കെയാണ് IPR സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടതെന്ന് നമുക്ക് പറയാം. ഒന്ന്, IPR കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യണം. ഓക്കെ, ഫാസ്റ്റർ പേറ്റൻറ്റ് വെരിഫിക്കേഷൻ നടത്തണം. ഇപ്പോൾ ടൈം ലൈൻ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ
യൂഷ്വലി ഭയങ്കര ലോങ് ടൈം പീരീഡ് ആണ് കമ്പയർഡ് ടു അതർ കൺട്രീസ്. അപ്പോൾ ഫാസ്റ്ററായിട്ട് IPR പേറ്റന്റ് വെരിഫിക്കേഷൻ നടത്തണം എന്ന് പറയാം. പിന്നെയോ ഹോട്ടൽസ് സെപ്പറേറ്റ് ലിറ്റിഗേഷന് വേണ്ടിയിട്ടുള്ള കോഡ്സും കാര്യങ്ങളും IPRന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഫാസ്റ്റ് ട്രാക്ക് കോഡ്സും കാര്യങ്ങളും വേണമെന്ന് പറയാം. സോ ദാറ്റ് ലിറ്റിഗേഷൻ ഗെറ്റ്സ് ഡൺ ഫാസ്റ്റർ ആൻഡ് compliance is ensured. Okay, what else? വേറെ എന്താ പറയാൻ പറ്റുക? വേ ഫോർവേഡ്. എനിത്തിങ് എൽസ്? യെസ്, അതിന് വേണ്ടിയിട്ട് ചെയ്യണം. അപ്പോൾ പുതിയ വരുന്ന ടെക്നോളജീസിലേക്ക് AI-ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ലോസ് എൻഹാൻസ് ചെയ്യണം അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള ഒരു ആർഗ്യുമെൻറ്റ് പറയാം. ഓക്കെ, കൺക്ലൂഷൻ. ഇത് വേണമെങ്കിൽ കൺക്ലൂഷനായിട്ട് എഴുതാം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് തന്നെ കൺക്ലൂഷനായിട്ട് എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ യു ക്യാൻ ലിങ്ക് ഇറ്റ് ടു ദ ഫാക്ട് ദറ്റ് ഇന്ത്യ നീഡ്സ് ടു ഇൻവെസ്റ്റ് എ ലോട്ട് ഇൻ R&D. പക്ഷേ R&Dയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, IPR സിസ്റ്റം കൂടെ അല്ലെങ്കിൽ IPR ഇക്കോസിസ്റ്റം കൂടെ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യണം. ഇത് രണ്ടും വന്നാൽ മാത്രമേ നമ്മൾ ഇന്ത്യയിലെ ബിസിനസ് ഇക്കോസിസ്റ്റം ആൻഡ് ഇന്നോവേഷൻ ഇക്കോസിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യുള്ളൂ. അപ്പോൾ വി ക്യാൻ സേ ദറ്റ് IPR along with our startup ecosystem and our R&D investments together will ensure that the innovation and the economic development in the country will be achieved or enhanced. Okay, അപ്പോൾ ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ പറയാം. പിന്നെ വികസിത് ഭാരതിലേക്കോ എന്തിലേക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, സോ ഇതിലെല്ലാത്തിലും നിങ്ങൾക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ ഐഡിയ യൂസ് ചെയ്യാം കേട്ടോ. ഏതെങ്കിലും വേൾഡ് ഇന്നോവേഷൻ ഡേൻ്റെ തീമോ അല്ലെങ്കിൽ വേൾഡ് IPR ഡേൻ്റെ തീമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ആ തീം എടുത്തിട്ട് യൂസ് ചെയ്ത് ലിങ്ക് ചെയ്യാം. നിങ്ങളുടെ നോട്ട്സ് കുറച്ചും കൂടെ ബെറ്റർ ആവും അങ്ങനെ വരുമ്പോൾ. ഇനി അത് ആ തീം നിങ്ങൾക്ക് കൺക്ലൂഷനിൽ യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇൻട്രോയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു വേ ഫോർവേഡായിട്ട് പറയാം. അപ്പോൾ ഈ തീംസും കാര്യങ്ങളും ഭയങ്കര യൂസ്ഫുള്ളാണ്. അല്ലെങ്കിൽ റിപ്പോർട്ട്സ്, ഓക്കെ, അല്ലെങ്കിൽ ആ റിപ്പോർട്ട് പറഞ്ഞാൽ ഇപ്പോൾ AI മറ്റേ സമ്മറി ഉള്ളതുകൊണ്ട് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് തുടക്കം തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ ഒരുപാട് ഡീപ്പ് സെർച്ച് ചെയ്ത് പോകേണ്ട ആവശ്യം വരില്ല. ഓക്കെ, ഐ തിങ്ക് ദാറ്റ്സ് ഓൾ. എനിത്തിങ് എൽസ്, എനി ഡൗട്ട്സ്? നിങ്ങൾ ഇനി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ടൈം കുറച്ചും കൂടെ കുറയ്ക്കണേ. ഈ ടൈമിൽ പോയിട്ട് ഇപ്പോൾ നിങ്ങൾ കുറേ ദിവസമായില്ലേ പ്രാക്ടീസ് ചെയ്യുന്നു, 65-66 ഡേയ്സ് ആയില്ലേ. അപ്പോൾ ഇനി അത് പയ്യെ കുറയ്ക്കണം. ഓക്കെ, ഇപ്പോൾ ഒരു റഫ്ലി ഒരു 9 മിനിറ്റ്സിൽ തീർക്കാൻ പറ്റുന്നില്ലേ ഏകദേശം ഒരു 10 മാർക്കർ? ഓക്കെ, 15 മാർക്കറോ 12 മിനിറ്റ്സ് തീരുന്നുണ്ടോ അതോ 12 minutes 45 seconds എടുക്കുന്നുണ്ടോ? തീർക്കുന്നില്ലേ അതോ തീർക്കുന്നുണ്ട്? എന്താ ലൈക്ക് വാട്ട് ഇസ് ദ സ്റ്റേറ്റസ്? കേട്ടില്ല. ക്വസ്റ്റ്യൻ ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, അല്ല അത്യാവശ്യം അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ തീർക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ക്വസ്റ്റ്യൻ ആയിരിക്കണം നിങ്ങളുടെ ആൻസർ എഴുതി തരേണ്ടത്. കാരണം റിയൽ എക്സാമിനും നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാവുന്ന ഒരു ക്വസ്റ്റിന് കിട്ടുന്ന മാർക്കും അറിയാത്തൊരു ക്വസ്റ്റിന് കിട്ടുന്ന മാർക്കും സെയിമോ, ചിലപ്പോൾ അറിയാത്ത ക്വസ്റ്റിന് നിങ്ങൾ എഴുതാൻ പോണ ആൻസറിന് കൂടുതൽ മാർക്കോ കിട്ടാം. ഓക്കെ, നമ്മൾ എഴുതുന്ന പോലെ ഇരിക്കും. മാത്രമല്ല നമ്മൾ ചിലപ്പോൾ അറിയുന്നത് കൊണ്ട് കൂടുതൽ അറിയുന്ന പോയിന്റ്സ് എഴുതി വയ്ക്കാൻ നോക്കും ഇൻസ്റ്റെഡ് ഓഫ് അഡ്രസ്സിങ് ദി ഡിമാൻഡ് ഓഫ് ദ ക്വസ്റ്റ്യൻ. അപ്പോൾ അറിയുന്നതിന് കൂടുതൽ സമയം കൊടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ അഡ്വാൻറ്റേജ് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ടൈം ഇത് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾ അറിയുന്ന ക്വസ്റ്റ്യൻ എഴുതുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ യു ഷുഡ് എൻഷുർ ദാറ്റ് യു ഫിനിഷ് ഇൻ ദാറ്റ് ടൈം ആൻഡ് ട്രൈ ടു നൗ സ്ലോലി റെഡ്യൂസ്. ഒരു 15 seconds വെച്ചിട്ട് പയ്യെ അല്ലെങ്കിൽ 30 seconds വെച്ച് പയ്യെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, അത് നിങ്ങൾ ഫോഴ്സ് ചെയ്താലേ നടക്കുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും ആ ഒരു ടൈമിൽ തന്നെ എഴുതിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിന് ശീലമാവും. കാരണം ഇനി കുറയ്ക്കുമ്പോൾ നിങ്ങൾ ക്വാളിറ്റിയും കുറയുന്നത് കാണും. ഓക്കെ, എന്നിട്ട് നമ്മൾ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണം. കിട്ടിയോ? ഓക്കെ, so then we'll wind up. Now Dias sir is here to discuss about the next session, geography preparation and കാര്യങ്ങളൊക്കെ. He'll now discuss that.
Okay. Don't leave. He is coming in. Okay, good afternoon. So ഇനിയുള്ള കുറച്ച് ദിവസം 7 ദിവസത്തേക്ക് നമുക്ക് ജോഗ്രഫി പ്ലസ് DM ആണ്. ആദ്യത്തെ 3 ദിവസം വേൾഡ് ജോഗ്രഫി, പിന്നത്തെ 3 ദിവസം പിന്നെ ഒരു ബ്രേക്കാണ്, പിന്നത്തെ 3 ദിവസം ഇന്ത്യൻ ജോഗ്രഫി, ദെൻ ഒരു ദിവസം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പം വേൾഡ് ജോഗ്രഫി ഒന്ന് നോക്കാം. ഓക്കെ, സോ വേൾഡ് ജോഗ്രഫിയുടെ ചോദ്യങ്ങളൊന്ന് നോക്കാം. ഓക്കെ, വേൾഡ് ജോഗ്രഫിയിൽ സോ ഞാനൊരു ഓവർവ്യൂ വേൾഡ് ജോഗ്രഫിയുടെ ജസ്റ്റ് മൊത്തത്തിലുള്ള സിലബസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കുന്നു. ഓക്കെ, ടോപ്പിക്സ് മാത്രം നോക്കുന്നു. ജസ്റ്റ് അതിനുശേഷം നമ്മൾ അടുത്ത ദിവസത്തെ, ഓക്കെ, ഓരോ ദിവസവും നമ്മൾ അടുത്ത ദിവസത്തെ നോക്കും. ഓക്കെ, നമുക്ക് വേൾഡ് ജോഗ്രഫിയിൽ പഠിക്കാനുള്ളത് ഫിസിക്കൽ ജോഗ്രഫിയിൽ 4 മൊഡ്യൂൾസ് ഉണ്ട്. ജിയോമോർഫോളജി, ഓഷ്യനോഗ്രഫി, ക്ലൈമറ്റോളജി, ബയോജിയോഗ്രഫി. ഓക്കെ, സോ ഈ 4 ഫിസിക്കൽ ജോഗ്രഫി മൊഡ്യൂൾസ് ഉണ്ട്. പിന്നെ സിലബസ് പറയുന്നു റിസോഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ്. ഓക്കെ, ഹ്യൂമൻ ജോഗ്രഫിയിൽ നിന്ന് റിസോഴ്സസ് ആൻഡ് ഇൻഡസ്ട്രീസ് മാത്രമേ ഉള്ളൂ. റിസോഴ്സസ് ആൻഡ് ഇൻഡസ്ട്രീസ് ഇതിനാണ് വേൾഡ് ജോഗ്രഫിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷേ ഇത് കൂടാണ്ട് വേൾഡ് ജോഗ്രഫിയിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റിൻ്റെ സാധനങ്ങൾ ചോദിക്കും. അപ്പോൾ അത് ഹിസ്റ്ററിയും സൊസൈറ്റി അല്ല എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ജോഗ്രഫി ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ ജോഗ്രഫിയുടെ അടിയിൽ വരും. ഓക്കെ, അത് സയൻസ് ആൻഡ് ടെക് ചോദിക്കാം, S&T ചോദിക്കാം, സയൻസ് ആൻഡ് ടെക് ചോദിക്കാം, IR ചോദിക്കാം, പിന്നെ അഗ്രികൾച്ചർ ചോദിക്കാം, പോപ്പുലേഷൻ ചോദിക്കാം. ഓക്കെ, സോ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ജോഗ്രഫിയുടെ അടിയിലായിരിക്കും എണ്ണത്തിൽ കൂട്ടുക. പക്ഷേ ടെക്നിക്കലി നമ്മൾ അതൊക്കെ പഠിക്കുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് സബ്ജക്റ്റുകളിലായിരിക്കും. ഓക്കെ, ഇപ്പം അതേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പം IR ഏറ്റവും കൂടുതൽ ഈ അതേഴ്സ് ചോദിച്ചിട്ടുള്ള IR ആണ്. സൗത്ത് ചൈന സീ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതേപോലെ ഇൻഡസ് വാട്ടർ ട്രീറ്റി ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇക്കൊല്ലം ചോദിച്ചു സിഗ്നിഫിക്കൻസ് ഓഫ് സ്ട്രെയ്റ്റ്സ് ആൻഡ് ഇസ്തമസ് ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ്. ഓക്കെ, സോ അതായത് IR ചോദ്യങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം. ഏറ്റവും ന്യൂസിൽ നിൽക്കുന്ന ആ കൊല്ലം ഏറ്റവും ന്യൂസിൽ നിൽക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി അടുത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്താണ്? S&T ഞാൻ പറഞ്ഞു. S&T ചോദിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇത്തവണ ചോദിച്ചു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചോദിച്ചു. പേപ്പർ 1 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചോദിച്ചു. അത് S&T ആണ്. പക്ഷേ അത് നമ്മൾ ഏറ്റെടുക്കണം. ഓക്കെ, അത് ഏതായാലും അത് സൊസൈറ്റിയും ഹിസ്റ്ററി അല്ല. പേപ്പർ 1 ഇത് 3 ആണല്ലോ. അപ്പോൾ അത് 2 അല്ലാത്തതുകൊണ്ട് അത് നമ്മുടെ അടിയിൽ വരും. പിന്നെന്താണ്? പിന്നെ ജൂണോ മിഷൻ പണ്ട് ചോദിച്ചിട്ടുണ്ട്. സോ ഇതൊന്നും നമ്മൾ ഇതിൻ്റെ അടിയിൽ പഠിക്കണമെന്നില്ല. നിങ്ങൾ ഇത് IR പഠിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതിക്കോളാം. ഇവിടെ S&T പഠിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുതിക്കോളാം. അങ്ങനെയുള്ളൂ. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് അപ്പോൾ അഗ്രികൾച്ചർ ഒരു കൊല്ലം ചോദിച്ചു. അഗ്രികൾച്ചർ നമ്മൾ 3 പഠിക്കുന്നത്. അപ്പോൾ അഗ്രികൾച്ചർ ഒരു കൊല്ലം ചോദിച്ചു. 2016 ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പൾസസ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു. എന്താണ് പൾസസ് കൾട്ടിവേഷൻ്റെ അഡ്വാൻറ്റേജസ്? ഓക്കെ, അപ്പോൾ പൾസസിനെ പറ്റി ഒരു ചോദ്യം ചോദിച്ചു. പിന്നെ നോക്കുകയാണെങ്കിൽ പോപ്പുലേഷൻ. ഓക്കെ, ഇപ്പോൾ റീസെൻ്റ്ലി പോപ്പുലേഷൻ്റെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒന്ന് ഡെമോഗ്രാഫിക് വിൻഡർ. ഓക്കെ, ഡെമോഗ്രാഫിക് വിൻഡർ അതായത് ഈ ഫെർട്ടിലിറ്റി റേറ്റ് കുറയുന്നതും ഡീപോപ്പുലേഷനെ പറ്റിയൊക്കെയുള്ള ഇതെന്താണ് ഈ കോൺസെപ്റ്റ് എന്നുള്ള രീതിയിലുള്ള ചോദ്യം ചോദിച്ചു.
പിന്നെ ഇത്തവണ വേറൊരു ചോദ്യം ചോദിച്ചു, ലാർജ് സിറ്റീസ് അട്രാക്ട്, മൈഗ്രേഷനെ പറ്റിയാണ്. ലാർജ് സിറ്റീസ് അട്രാക്ട്സ് മോർ മൈഗ്രൻസ് ദാൻ സ്മോളർ സിറ്റീസ്, സ്മോളർ ടൗൺസ്. ഓക്കെ, സോ അതിൻ്റെ ഒരു സെനാരിയോ വിത്ത് റെസ്പെക്ട് ടു ദി ഡെവലപ്പിംഗ് കൺട്രീസ്. ഓക്കെ, സോ ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും കൂടെ പേപ്പർ 1-ലുണ്ട്. അപ്പം നിങ്ങൾ പോപ്പുലേഷൻ വരുന്നത്, ഓക്കെ, സോ പോപ്പുലേഷൻ്റെ ഒരു ജനറൽ സാധനങ്ങളെല്ലാം വരുന്നത് സൊസൈറ്റിയിലാണ്. പക്ഷേ ഇത് ചോദിക്കുന്നത് ചിലപ്പോൾ ഒരു സൊസൈറ്റി പെർസ്പെക്റ്റീവിലായിരിക്കില്ല. ഓക്കെ, സോ സൊസൈറ്റി പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഹ്യൂമൻ റിലേഷൻ, ജെൻഡർ, ഏജ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് സൊസൈറ്റി ചോദ്യങ്ങൾ. ഇത് കുറച്ചുകൂടെ ജനറിക് ആയിട്ടായിരിക്കും ചോദിക്കാം. ഓക്കെ, അപ്പോൾ എനിവേ നിങ്ങൾ സൊസൈറ്റിയിൽ പോപ്പുലേഷൻ പഠിക്കുമ്പം ഏറ്റവും ഹോട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ന്യൂസിലുള്ള ടോപ്പിക്സും കൂടെ ഒന്ന് നോക്കിപ്പോവാം. ഓക്കെ, സോ അതത്രേ ഉള്ളൂ. ഇനി നമുക്ക് ക്വസ്റ്റിൻ്റെ ഒരു നേച്ചർ, ബാക്കിയുള്ള ടോപ്പിക്സിൽ ക്വസ്റ്റിൻ്റെ ഒരു നേച്ചർ നോക്കാം. ജോഗ്രഫിയിൽ ഒരു 4 തരം ചോദ്യങ്ങളാണ് നോർമലി കിട്ടുക. ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ 1-ൻ്റെ ഒരു ജനറൽ ക്യാരക്ടറായിട്ടുള്ള നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ എഴുതാൻ പറ്റും. ഓക്കെ, ഇല്ലെങ്കിൽ പറ്റില്ല. ഓക്കെ, പേപ്പർ 1-ൽ ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും പിന്നെയും നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന സൊസൈറ്റിയാണ്. ഓക്കെ, അത് സ്പെസിഫിക്കലി പഠിച്ചിട്ട് എഴുതേണ്ട സാധനമാണെങ്കിൽ പോലും വേണമെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ ഹിസ്റ്ററിയിലോ ജോഗ്രഫിയിലോ ഒരു ചോദ്യം ചോദിച്ചു, അതിൻ്റെ ഫണ്ടമെൻ്റൽസ് എന്നുള്ളൊരു ചോദ്യമാണ്, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ജോഗ്രഫിയുടെ ക്വസ്റ്റ്യൻ്റെ നേച്ചർ ഈ പേപ്പർ 1-ൻ്റെ ജനറൽ നേച്ചറോട് ചേർന്ന് നിൽക്കുന്നതാണ്. ചിലതരം ക്വസ്റ്റ്യൻസ് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള കോൺസെപ്ഷ്യൽ ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണ ചോദിച്ചാണ്, വാട്ട് ആർ സുനാമീസ്, ഹൗ ആൻഡ് വെയർ ആർ ദേ ഫോംഡ്, വാട്ട് ആർ ദെയർ കോൺസിക്വൻസസ്, എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾസ്. ഓക്കെ, സോ 2025 ക്വസ്റ്റ്യൻ 10 മാർക്സ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നിങ്ങൾക്ക് എന്താണ് സുനാമി എന്ന് അറിഞ്ഞാൽ എഴുതാം. ഓക്കെ, 2025 തന്നെ വേറൊരു ചോദ്യമാണ്, ഗീവ് എ ജോഗ്രഫിക്കൽ എക്സ്പ്ലനേഷൻ ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഫ് ഷോർ ഓയിൽ റിസോഴ്സ് ഓഫ് ദി വേൾഡ്, ഹൗ ആർ ദേ ഡിഫറെൻറ്റ് ഫ്രം ദി ഓൺ ഷോർ ഒക്കറൻസ് ഓഫ് ഓയിൽ റിസോഴ്സ്. ഓക്കെ, അപ്പോൾ ഓയിൽ റിസോഴ്സിൻ്റെ ഓൺ ഷോർ ഓഫ് ഷോർ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയാണ് ചോദ്യം. 2025 ക്വസ്റ്റ്യൻ ആണ്, 15 മാർക്സ്. ഓക്കെ, ഈ 2 ചോദ്യം മുന്നേ ചോദിച്ചിട്ടുണ്ട്, PYQ ആണ്. ഓക്കെ, 2021 അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മിനറൽ ഓയിൽ ചോദിച്ചിട്ടുണ്ട് 2021. ഓക്കെ, സുനാമി പണ്ട് ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് മുന്നേ ചോദിച്ചിട്ടുള്ളതാണ് സുനാമി. സോ ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പഠിച്ച അതേപോലെ തന്നെ ഏകദേശം എഴുതുന്ന സാധനമാണ്. ഓക്കെ, അതിൻ്റെ അകത്ത് വേറെ നിങ്ങളുടെ ആഡ് ഓണോ ഡിലീഷനോ ഒന്നും ആവശ്യമില്ല, പഠിച്ചത് അതേപോലെ എഴുതാം. അടുത്തത് ചെറിയൊരു അപ്ലിക്കേഷനുള്ള ചോദ്യങ്ങളാണ്. ഒരു ലൈറ്റ് അപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും. ഒരു ചോദ്യമാണ്, വൈ ആർ വേൾഡ്സ് ഫോൾഡ് മൗണ്ടൻ സിസ്റ്റംസ് ലൊക്കേറ്റഡ് അലോങ് ദി മാർജിൻസ് ഓഫ് ദി കോണ്ടിനെന്റ്സ്. Bring out the association between global distribution of fold mountains, earthquakes and volcanoes. അപ്പോൾ ഇത് പ്ലേറ്റ് ടെക്ടോണിക്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമ്മൾ ഡയറക്ട്ലി വാട്ട് ഈസ് പ്ലേറ്റ് ടെക്ടോണിക്സ്, ഓക്കെ, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലേറ്റ് മാർജിൻസ്, അങ്ങനെയല്ല ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ ദി ക്വസ്റ്റ്യൻ ഈസ്, വൈ ആർ വേൾഡ്സ് ഫോൾഡ് മൗണ്ടൻ സിസ്റ്റംസ് ലൊക്കേറ്റഡ് അലോങ് ദി മാർജിൻസ് ഓഫ് ദി കോണ്ടിനെന്റ്സ്, ബ്രിങ് ഔട്ട് ദി അസോസിയേഷൻ ബിറ്റ്വീൻ ദി ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫോൾഡ് മൗണ്ടൻസ്, എർത്ത് ആൻഡ് വോൾക്കാനോസ്. അപ്പോൾ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചൊരു കോൺസെപ്റ്റ് തന്നെയാണ്, അതിനെ ഒന്ന് ക്വസ്റ്റ്യൻ അനുസരിച്ച് ഒന്ന് മാറ്റി മറിച്ച് എഴുതണം. വേറൊരു ചോദ്യം, ബ്രീഫ്ലി മെൻഷൻ ദി അലൈൻമെൻറ്റ് ഓഫ് മേജർ മൗണ്ടൻ റേഞ്ചസ് ഓഫ് ദി വേൾഡ് ആൻഡ് എക്സ്പ്ലെയിൻ ദെയർ ഇമ്പാക്റ്റ് ഓൺ ലോക്കൽ വെതർ കണ്ടീഷൻസ് വിത്ത് എക്സാമ്പിൾസ്. ഓക്കെ, സോ ഇത് 2025 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് വേൾഡിലുള്ള മൗണ്ടൻ സിസ്റ്റത്തിനെ പറ്റിയുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട മൗണ്ടൻ സിസ്റ്റംസ് നിങ്ങൾ മാപ്പ് വരച്ച് കാണിക്കുക, എന്നിട്ട് അതിൻ്റെ ഇമ്പാക്റ്റ് ഓൺ ദി ലോക്കൽ വെതർ കണ്ടീഷൻസ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് ചോദ്യമല്ല, 2 കാര്യത്തിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു മൗണ്ടൈൻ്റെ ഇമ്പാക്റ്റ് ഓൺ ജനറൽ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ആൻ ഇമ്പാക്റ്റ് ഓഫ് മൗണ്ടൈൻ ഓൺ വെതർ, പ്ലസ് യു ഷുഡ് ഓൾസോ ഹാവ് ദി ഫാക്ച്വൽ ഇൻഫർമേഷൻ അബൌട്ട് ദി മേജർ മൗണ്ടൻസ് ഓഫ് ദി വേൾഡ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ ടൈപ്പ് ചോദ്യങ്ങളും ചോദിക്കാം. ഓക്കെ, സോ ഒന്ന് ഡയറക്റ്റ് ചോദ്യം, 2 ഈ ഒരു രീതിയിലുള്ള ആപ്ലിക്കേഷൻ ചോദ്യം. പിന്നെ ഇതേപോലെ തന്നെ ഈ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ബേസിക് ഫാക്റ്റിൽ നിന്നുള്ള ചോദ്യം തന്നെയാണ്, പക്ഷേ അതിൻ്റെ അകത്ത് ഒരു ടേം ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ബൗൺസേഴ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ചില ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, സോ അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് വാട്ട് ഈസ് എ ട്വിസ്റ്റർ.
Okay. Why are the majority of twisters observed in and around the Gulf of Mexico? Okay, so Gulf of Mexico എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഏകദേശം ഊഹിച്ചെടുക്കാൻ പറ്റും. So this type of bounces also is a possibility. പക്ഷേ ഈ സാധനം ശരിക്കും നിങ്ങൾക്ക് അറിയാം, ആ ടേം മാത്രമായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാതെ വരാം. അതേപോലെ അതിന് മുന്നേ ചോദിച്ചിരുന്നു, ഹൗ ഡസ് ക്രയോസ്ഫിയർ അഫക്റ്റ് ഗ്ലോബൽ ക്ലൈമറ്റ്? ക്രയോസ്ഫിയർ അറിയാം, എന്താണെന്ന് അറിയാവുന്നവരുണ്ട്, അറിയാത്തവരെ സംബന്ധിച്ച് ആ ടേമേ അറിയാത്തതുള്ളൂ, നിങ്ങൾക്ക് അറിയാത്ത സാധനമൊന്നുമല്ല. സോ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാം. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആ ചോദ്യം മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ട്വിസ്റ്ററിൻ്റെ ചോദ്യത്തിൽ മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ ഗൾഫ് ഓഫ് മെക്സിക്കോ എന്നൊരു ടേം കിട്ടി. അപ്പോൾ ഗൾഫ് ഓഫ് മെക്സിക്കോയിൽ കാണാൻ ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട ക്ലൈമാറ്റിക് ഈവൻ്റ് എന്താണെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പ്ലസ് ആ ടേം ട്വിസ്റ്റർ എന്നുള്ള ടേം കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടാം. ഓക്കെ, സോ മിക്കവരും അങ്ങനെയാണ് കഴിഞ്ഞമാണ്. 2024 ചോദ്യമാണ് കഴിഞ്ഞമാണ് അത് അറ്റൻഡ് ചെയ്തത്. അതേപോലെ 2017 ചോദിച്ചാണ് ഈ ക്രയോസ്ഫിയർ. ഓക്കെ, അത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഈ ഐസ് കവേർഡ് ഏരിയാസ് ഓഫ് ദ വേൾഡാണ് ക്രയോസ്ഫിയർ എന്ന് വിളിക്കാം. ക്രയോജനിക് എഞ്ചിൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആ ടേം ഒക്കെ വെച്ച് കണക്ട് ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഹിന്ദി വായിച്ച് നോക്കാം. നിങ്ങൾക്ക് ഹിന്ദി വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കറിയാവുന്ന മലയാളം ടേം തന്നെയായിരിക്കും അവിടെ വരിക. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് ധ്രുവെന്നോ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം, എന്താണ് ഹിമം എന്നുണ്ടെന്ന് തോന്നുന്നു ഹിന്ദി വായിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സ്പിയർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എന്താണ്. അപ്പോൾ ഹിമം എന്നൂടെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഊഹിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഹിന്ദി വായിക്കുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ ഉള്ളത് അങ്ങനത്തെ ചോദ്യങ്ങൾ. അപ്പം ഡയറക്റ്റ് ചോദ്യങ്ങളുണ്ട്, ചെറിയൊരു ആപ്ലിക്കേഷൻ ചോദ്യങ്ങളുണ്ട്, 3 ബൗൺസസ് ഉണ്ട്. ഇതെല്ലാം കോൺസെപ്ഷ്യൽ ചോദ്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇനിയുള്ളത് ജനറൽ ചോദ്യങ്ങളാണ്. നിങ്ങൾ ജോഗ്രഫി ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഏതൊരു സാധാരണക്കാരനും വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. ബാക്കി GS-ലും അല്ലാണ്ടൊക്കെ ജനറലായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകാൻ ചാൻസ് ഉള്ളതാണ്. മിക്കപ്പോഴും ക്ലൈമറ്റ് ചേഞ്ച് അല്ല അങ്ങനത്തെ ജനറിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങളായിരിക്കും. ഹൗ ആർ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ദി സീ ലെവൽ റൈസ് affecting the very existence of many island nations? Discuss with examples. This is a 2025 question. Okay, so discuss the consequences of climate change on food security in tropical countries. 2023 question. Okay, so this is very generic questions. Okay, so you have got a conceptual side which is dominating the questions, which is a general like nature of the paper 1 questions. Then you have got some generic questions plus questions from other subjects like S&D, IR, then എന്താണ് അഗ്രികൾച്ചർ. ഓക്കെ, അങ്ങനത്തെ ചോദ്യങ്ങളും ചോദിക്കാം, പോപ്പുലേഷനൊക്കെ. അപ്പോൾ ഇതാണ് ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ മൊഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കറക്റ്റ് മനസ്സിലാവും ഏതാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അതിൽ നിന്ന് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കാം. നിങ്ങളൊരു മൊഡ്യൂൾ എടുക്കാം, ആ മൊഡ്യൂളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാണെന്ന് ആലോചിക്കാം, ചുമ്മാ ആലോചിക്കാം. അപ്പം നിങ്ങൾക്കൊരു ഉത്തരം കിട്ടും. മിക്കപ്പോഴും ആ സബ്ജക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു മൊഡ്യൂളിൽ നിന്ന് ഇതുവരെ ചോദിച്ചിട്ടുള്ള പകുതി ചോദ്യം അതിൽ നിന്നായിരിക്കും. ബാക്കി ചോദ്യങ്ങൾ ചിലപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരാം. പക്ഷേ എന്നിരുന്നാലും തീരെ ചെറിയ കാര്യങ്ങൾ മെയിൻസിൽ ചോദിക്കാൻ പറ്റത്തില്ല, പ്രിലിംസ് പോലെയല്ല. ഓക്കെ, അപ്പം ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു വലിയ മൊഡ്യൂളാണെങ്കിൽ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു 10 കാര്യം അതിൻ്റെ ഉള്ളിൽ നിന്നേ ചോദ്യം ചോദിക്കത്തുള്ളൂ. ഓക്കെ, അതിൽ തന്നെ 5 എണ്ണേ ചോദിച്ചിട്ടുണ്ടാകത്തുള്ളൂ. 5 എണ്ണം പിന്നെ നമ്മൾ ടോപ്പ് ആകാൻ വേണ്ടിയാണല്ലോ പഠിക്കുന്നത്, അല്ലേ? ഇതൊരു യൂണിവേഴ്സിറ്റി എക്സാം അല്ലല്ലോ. അപ്പോൾ എങ്ങാനും ചോദിച്ചാൽ കിട്ടണം. ഇനി ചെറിയ മൊഡ്യൂളാണെങ്കിൽ ഒരു 5 എണ്ണേ കാണത്തുള്ളൂ. അപ്പോൾ നമുക്ക് നാളത്തെ സബ്ജക്ട്സ് നോക്കാം. നാളത്തെ മൊഡ്യൂൾസ് ജിയോമോർഫോളജി ആൻഡ് ഓഷ്യനോഗ്രഫി. ഞാൻ ചോദിക്കുകയാണ്, ജിയോമോർഫോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് ഏതാണ്? ജിയോമോർഫോളജി എന്ന ടോപ്പിക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ഏതാണ്? പ്ലേറ്റ് ടെക്ടോണിക്സ്. ഓക്കെ, സോ പ്ലേറ്റ് ടെക്ടോണിക്സ് എന്നാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളതിൽ പകുതി ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. ഓക്കെ, മൊത്തം ഏകദേശം 8 ചോദ്യങ്ങൾ ഇതുവരെ വന്നിട്ടുണ്ട് ഈ മൊഡ്യൂളിൽ നിന്ന്. അതിൽ 4 എണ്ണം വന്നിരിക്കുന്നത് പ്ലേറ്റ് ടെക്ടോണിക്സ് എന്നാണ്. ഓക്കെ, പ്ലേറ്റ് ടെക്ടോണിക്സിൻ്റെ പല സാധനങ്ങൾ കണക്ട് ചെയ്തിട്ട് മിക്കപ്പോഴും ഫോൾ മൗണ്ടൻ്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ വോൾക്കാനോയുടെ ലൊക്കേഷൻ അല്ലെങ്കിൽ പസഫിക് റിംഗ് ഓഫ് ഫയർ അങ്ങനെയൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതിൽ നിന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ പ്ലേറ്റ് ടെക്ടോണിക്സ് മസ്റ്റായിട്ടും പഠിച്ചിട്ട് വേണം പോകാൻ. ഓക്കെ, സോ ഇത്തവണയും ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മുന്നേ ചോദിച്ചിട്ടുള്ളത് ജിയോഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സർക്കം പസഫിക്. ഓക്കെ, സർക്കം പസഫിക് വരാൻ തന്നെ കാരണം എന്താണ്?
പ്ലേറ്റ് മാർജിൻ ആയതുകൊണ്ടാണ്. ഓക്കെ, സോ ഇറ്റ്സ് ഓൾസോ കോൾഡ് എസ് റിംഗ് ഓഫ് ഫയർ. അപ്പോൾ സർക്കം പസഫിക് സോണിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? അപ്പോൾ എർത്ത് ക്വേക്ക് ഉണ്ടാകുന്ന സ്ഥലമാണ്, വോൾക്കാനോസ് ഉണ്ടാകുന്ന സ്ഥലമാണ്, ഫോൾ മൗണ്ടൻസ് ഉള്ള സ്ഥലമാണ്, ഐലൻഡ്സ് ഉള്ള സ്ഥലമാണ്. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾ നല്ല വൃത്തിയിൽ എഴുതുമ്പോൾ മാർക്ക് കിട്ടും. ഓക്കെ, സോ എനിക്കൊന്ന് 10 മാർക്കിൻ്റെ ചോദ്യമായിരുന്നു. അപ്പോൾ ഒരു മാപ്പും ഈ കാര്യങ്ങളും പ്ലേറ്റ് ടെക്ടോണിക്സ് ആയിട്ടുള്ള കണക്ഷനൊക്കെ വരുമ്പോഴത്തേനും അത് ഓക്കെ ആയി. പിന്നെ അതുപോലെ തന്നെ ഫോർമേഷൻ ഓഫ് thousands of islands in Indonesian and Philippine archipelago. Indonesian and Philippine archipelago. Okay, so ഇതിൻ്റെ റീസൺ എന്താണെന്നാണ് ചോദിച്ചത്. ഇത് അഗെയിൻ കണക്റ്റഡ് ടു പ്ലേറ്റ് ടെക്ടോണിക്സ്. ദെൻ നമ്മൾ നേരത്തെ ഒരു ചോദ്യം കണ്ടിരുന്നു. ഏതാണ്? Why are world's fault mountain systems located along the margins of the continents? Okay, bring out the association between global distribution of fault mountains, earthquakes and volcanoes. Okay. പിന്നെ ഒരു തവണ ചോദിച്ചു 2020 ഈ ഒരു വർഷം നടന്ന വോൾക്കാനിക് ഇറപ്ഷൻസിൻ്റെ ലൊക്കേഷൻസും അതിൻ്റെ ഒരു ഇമ്പാക്റ്റും എന്തായിരിക്കും എന്ന് ചോദിച്ചു. ഓക്കെ, അതും വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം പറയാം. ഈ പ്ലേറ്റ് മാർജിനിലുള്ള സ്ഥലങ്ങളൊക്കെ വേണം. ഇന്തോനേഷ്യയിൽ ഏതായാലും ഒരു വർഷം ഒരെണ്ണമെങ്കിലും നടന്നിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്പെസിഫിക്കലി ഏത് ഐലൻഡിൽ എത്ര എത്ര ഭീകരമായി നടന്നു എന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് ഈ രാജ്യങ്ങളിലൊക്കെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ മിക്കപ്പോഴും നടന്നു. ഇപ്പോൾ ഹവായിൽ ഒരെണ്ണം നടന്നിരിക്കണം ഒരു വർഷം, പിന്നെ നമ്മുടെ ഇന്തോനേഷ്യയിൽ നടന്നിരിക്കണം, ഫിലിപ്പൈൻസിൽ നടന്നിരിക്കണം, ഓക്കെ, ദെൻ ഇറ്റലിയിൽ നടന്നിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലങ്ങളൊക്കെ പറയാം, പ്ലസ് ബാക്കിയുള്ളത് ജനറൽ ആണ്. ഓക്കെ, സപ്പോസ് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് അറിയില്ലെങ്കിൽ അതും അങ്ങനെയും മാനേജ് ചെയ്യാൻ പറ്റും. ദെൻ ഇത്തവണ ചോദിച്ചു ചേഞ്ചസ് ഇൻ ഷേപ്സ് ആൻഡ് സൈസ്. ചേഞ്ചസ് ഇൻ ഷേപ്സ് ആൻഡ് സൈസ് ഓഫ് കോണ്ടിനെന്റ്സ് ആൻഡ് ഓഷ്യൻ ബേസിൻസ്. എന്തുകൊണ്ടാണ് ഓഷ്യൻ ബേസിൻസും അതുപോലെ കോണ്ടിനെൻസിൻ്റെയും ഷേപ്പും സൈസും മാറിക്കൊണ്ടിരിക്കുന്നത് ഇൻ ജിയോളജിക്കൽ ടൈം സ്കെയിൽ? അഗെയിൻ കണക്റ്റഡ് ടു ദി കോൺസെപ്റ്റ് ഓഫ് പ്ലേറ്റ് ടെക്ടോണിക്സ്. പ്ലേറ്റ് ടെക്ടോണിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടി. സോ പ്ലേറ്റ് ടെക്ടോണിക്സ് ആണ് ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ അല്ലാണ്ട് ചോദിച്ചിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ ഒരു തവണ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി ചോദിച്ചിട്ടുണ്ട്. കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി ചോദിച്ചിട്ടുണ്ട്. ദെൻ വോൾക്കാനോസ് 2 തവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഒരു തവണ ഫുള്ളായിട്ടില്ല, പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ. എർത്ത് ക്വേക്ക് വന്നിട്ടുണ്ട്. ദെൻ സുനാമി, ഇപ്പം നമ്മൾ കണ്ടു, സുനാമി വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് യൂഷ്വലി വന്നിട്ടുള്ളത്. ഇത് കൂടാണ്ട് നിങ്ങൾക്ക് ഇനി കിട്ടാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ ഏതായിരിക്കും? സർഫസിൽ നടക്കുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതെല്ലാം എൻഡോജനിക് ഫോഴ്സുകളാണ്. ഓക്കെ, എൻഡോജനിക് ഫോഴ്സുകളാണ്. അപ്പോൾ എക്സോജനിക്ക് വേണമെങ്കിൽ ചോദിക്കാം. എക്സോജനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പ്രിലിംസിലും അധികം ചോദിക്കാറില്ല, മെയിൻസിലും അധികം ചോദിക്കാറില്ല. പക്ഷെ ഒരു തവണ ചോദിച്ചു ഫോഴ്സ്. ഓക്കെ, 2023 ചോദിച്ചു ഫോഴ്സിനെ പറ്റിയുള്ളൊരു ചോദ്യം ചോദിച്ചു. ഓക്കെ, സോ നമുക്കിത് സ്പെസിഫിക്കലി നിങ്ങൾ ഇതിനു വേണ്ടി ഒരുപാട് ഇതിനു വേണ്ടി സമയം കളയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പ്രിലിംസിന് വേണ്ടി പഠിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, ഇപ്പം ആൻഡേഴ്സ് വേണമെങ്കിൽ ചോദിക്കാം, ഇങ്ങനത്തെ കുറച്ച് ടേമുകളും ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പം എക്സോജനിക് ഏജൻസുമായി ബന്ധപ്പെട്ട് റിവറിൻ്റെയും ഗ്ലേഷ്യേഴ്സിൻ്റെയും ഒക്കെ നിങ്ങൾ പ്രിലിംസിന് വേണ്ടി പഠിക്കുന്ന കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിന് വെളിയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്തൊക്കെയാണ്? സോ ദർ വാസ് ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്. ടൈപ്സ് ഓഫ് റോക്സിൽ നിന്ന് ചോദിച്ചു, ഒരു തവണ ചോദിച്ചു. ദാറ്റ് ഈസ് പ്രൈമറി റോക്സിനെ പറ്റി ചോദിച്ചു. ഓക്കെ, സോ ഇത് NCERTയിലെ ഒരു ചാപ്റ്ററാണ്, റോക്സ് ആൻഡ് മിനറൽസ്. ഓക്കെ, സോ ഇത്രയും ചോദിച്ചിട്ടുണ്ട്. പ്ലസ് ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇൻറ്റീരിയർ ഓഫ് എർത്തുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഇൻറ്റീരിയർ ഓഫ് എർത്തിൽ ഒരു തവണ മാൻഡിൽ പ്ലൂം ചോദിച്ചു.
മാൻഡൽബ്ലൂം ചോദിച്ചു. ഓക്കെ, സോ ഇത്രയും ചോദ്യങ്ങളാണ് ജിയോമോർഫോളജിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഏറ്റവും അധികം വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത്, ഇപ്പോൾ ഇത്തവണയും ചോദിച്ചു, എന്നാലും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത് ഇതേ സാധനം തന്നെയാണ്, ഈ പ്ലേറ്റ് ടെക്ടോണിക്സിൻ്റെ ചോദ്യങ്ങൾ തന്നെയാണ്. പിന്നെ ഇതിലേതെങ്കിലും ഒരെണ്ണം കൂടെ റിപ്പീറ്റ് ചെയ്യപ്പെടാം. ഓക്കെ, സോ ജിയോമോർഫോളജിയിൽ 2 ചോദ്യങ്ങൾ വരാനുള്ള സ്കോപ്പ് ഉണ്ട്. വോൾക്കാനോസോ എർത്ത്ക്വേക്കോ സുനാമിയൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെടാം. ഓക്കെ, ദെൻ ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ ഇതുവരെ ചോദിക്കാത്ത ഒരു ടോപ്പിക്കാണ് ഇൻറ്റീരിയർ ഓഫ് എർത്ത്. ഓക്കെ, സോ ഇൻറ്റീരിയർ ഓഫ് എർത്ത് എന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ല, ഇൻറ്റീരിയർ ഓഫ് എർത്ത് എന്ന് ചോദിക്കാം. കാരണം ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ചോദിക്കാൻ സ്കോപ്പുള്ളൊരു ഏരിയ ആണ്. ഓക്കെ, അതേപോലെ പ്ലേറ്റ് ടെക്ടോണിക്സുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ, അല്ലെങ്കിൽ പ്ലേറ്റ് ടെക്ടോണിക്സിൻ്റെ എക്സ്പ്ലനേഷനിൽ നമ്മൾ പറയുന്ന സീ ഫ്ലോർ സ്പ്രെഡിങ്, ഓക്കെ, ഇതൊക്കെ അഗെയിൻ പ്ലേറ്റ് ടെക്ടോണിക്സുമായിട്ട് ബന്ധപ്പെട്ട സാധനം തന്നെയാണ്. കൺവെക്ഷണൽ കറണ്ട്, ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, അപ്പം പ്ലേറ്റ് ടെക്ടോണിക്സ് പഠിച്ചാൽ തന്നെ നിങ്ങൾ 50% ഓഫ് ദി സ്കോപ്പ് ഓഫ് ദി എന്താണ് ഈ ഒരു മൊഡ്യൂൾ കവർ ചെയ്തിട്ടുണ്ടാവും. ബട്ട് ബാക്കിയും കൂടെ നിങ്ങൾ പഠിക്കുക. അത് നമ്മളിത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഓക്കെ, അത് ഞാനിങ്ങനെ പരീക്ഷ മെയിൻസൊക്കെ ആകുമ്പോഴത്തേനും എൻ്റെ പഠിത്തം കുറച്ച് മോശമാണ് മെയിൻസിൻ്റെ സമയത്ത്. ഓക്കെ, ഞാൻ ആദ്യ സമയത്തൊക്കെ ഓരോന്ന് ആലോചിച്ചിരിക്കും, അവസാനമാകുമ്പോഴത്തേനും ഒരു ചൂട് കാണിക്കും. അപ്പോൾ ഞാനിങ്ങനെ കുറേ നുറുങ്ങ് വിദ്യകളുമായി വരും, കുറേ ഡാറ്റയും അത് ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഈ ടോപ്പിക് എന്നുള്ള എല്ലാ ഇതിനും നമുക്ക് ഇങ്ങനെ ഒരു ഇൻട്രഡക്ഷൻ എഴുതാം. അങ്ങനെ കുറേ നുറുങ്ങ് വിദ്യകളും കുറേ ഡാറ്റയൊക്കെ പുറക്കിക്കൊണ്ട് വരും. അപ്പോൾ അവൻ എന്നോട് ചോദിക്കും, ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? അല്ല, നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാമല്ലോ. പക്ഷെ നിനക്ക് തോന്നുന്നുണ്ടോ നമ്മൾ അങ്ങനെ ട്രൈ ചെയ്താൽ കിട്ടും? നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് IAS, ഏത് കാറ്റർ, കേരള കാറ്റർ, ഈ പഠിത്തം കൊണ്ട് വല്ലതും കിട്ടുമോ? ഇല്ല, എന്നാൽ പിന്നെ വെറുതെ ഇരുന്നൂടെ? അപ്പം അങ്ങനെ അവൻ എന്നോട് പറയുമായിരുന്നു. അപ്പം അതെൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ ഏത് സർവീസിന് വേണ്ടിയാണോ ശ്രമിക്കുന്നത് ആ സർവീസിന് വേണ്ടിയുള്ള രീതിയിലുള്ള എഫേർട്ട് നമ്മളുടെ സൈഡിൽ നിന്ന് വരണം. ഓക്കെ, ഈവൻ റാങ്ക് ലിസ്റ്റിൽ കയറാൻ തന്നെ നല്ല എഫേർട്ട് വേണം. പിന്നെ വാട്ട് എവർ സർവീസ് യു വാണ്ട് അതിനുള്ള എഫേർട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് വരണം. അപ്പം നിങ്ങൾ ഇതിനെ എങ്ങനെ ഇത് ഈസിലി അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ അങ്ങനെ എളുപ്പമാർഗ്ഗങ്ങൾ തപ്പിപ്പോകരുത്. ഓക്കെ, നിങ്ങളെ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ഒരു കാര്യം ഓർക്കാം, ഈ UPSC ഒരിക്കലും ഈ പേപ്പർ 1 അല്ലെങ്കിൽ ജോഗ്രഫിയിലൊന്നും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനം എടുത്ത് ചോദിക്കത്തില്ല. നിങ്ങൾ ഇത്തവണത്തെ ചോദ്യം എടുത്ത് നോക്കുക. ഇപ്പോൾ ഏതെങ്കിലും ഒരു ചോദ്യം കണ്ടിട്ട് നിങ്ങൾ ഇതെന്തിനാണ് ഇത് ചോദിച്ചതെന്ന് ചോദിക്കാൻ പറ്റത്തില്ല തിരിച്ച്. കാരണം അത്രയും ജനറിക് ആയിട്ടുള്ള, നിങ്ങൾക്ക് UPSC-യിലൊന്നും വന്നില്ലെങ്കിലും ഒരാൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 25% എഴുതാം. ഒരു സാമാന്യ ബോധമുള്ള ഒരാൾക്ക് എഴുതാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇപ്പോൾ വാട്ട് ഈസ് സുനാമി, 10ാം ക്ലാസ്സുകാരൻ അല്ലെങ്കിൽ 12ാം ക്ലാസ്സുകാരൻ അല്ലെങ്കിൽ ഒരു ജനറൽ നോളജുള്ള ആർക്കും എഴുതാൻ പറ്റുന്ന സാധനങ്ങളല്ല. ഇത്തവണത്തെ ചോദ്യങ്ങളെല്ലാം എടുത്ത് നോക്കുക. ഓഫ് ഷോർ, ഓൺ ഷോർ, ഓക്കെ, അല്ലെങ്കിൽ ഷേപ്പ് ഓഫ് അത് ചിലപ്പോൾ എഴുതാൻ പറ്റില്ലായിരിക്കും. പക്ഷെ മിക്ക ചോദ്യങ്ങളും അങ്ങനത്തെയാണ്. അപ്പോൾ ഇറ്റ്സ് നമുക്ക് പ്രെഡിക്റ്റബിൾ ആണ്, പക്ഷേ നമ്മുടെ സൈഡിൽ നിന്ന് എഫേർട്ടും കൂടെ വേണം. ഓക്കെ, സോ ഓഷ്യനോഗ്രാഫിയും കൂടെ നമുക്ക് ക്വിക്കായിട്ട് നോക്കാം. ഓഷ്യനോഗ്രാഫി കുറച്ചുകൂടെ ചെറിയ മൊഡ്യൂളാണ്. ജിയോമോർഫോളജി വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ മൊഡ്യൂളാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് പറയൂ, വിച്ച് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഹിയർ? ഓഷ്യൻ കറൻസ്. ഓക്കെ, ഓഷ്യൻ കറൻസ് എന്നാണ് ഏറ്റവും അധികം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ഓഷ്യൻ കറൻസ് ആൻഡ് ഇറ്റ്സ് എഫക്ട്സ്. ഓക്കെ, മൊത്തം 4 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്, 3 ചോദ്യങ്ങളും ഓഷ്യൻ കറൻസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഓഷ്യൻ കറൻസ്, ഇറ്റ്സ് ഒറിജിൻ, ഇറ്റ്സ് എഫക്ട്സ്, ഇതാണ് കണ്ടിന്യൂസ്ലി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ഏരിയ. ഓക്കെ, സോ ഇതെന്തായാലും പഠിച്ചിരിക്കണം. പിന്നെ എന്താണ്, പിന്നെ വളരെ കുറച്ച് ടോപ്പിക്സ് ഇവിടെ പഠിക്കാനുള്ളൂ. പിന്നെ ഇതിൽ കൂടാതെ പിന്നെ ചോദിച്ചിട്ടുള്ളത് സാലിനിറ്റിയാണ്. സാലിനിറ്റി, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എഫക്ട്സ്, അതിൻ്റെ ഒരു എഫക്ട്സ് എന്തൊക്കെയാണ്. ഇനി വേറൊരെണ്ണം ചോദിച്ചിട്ടുള്ളത് റിസോഴ്സസ് ആണ്. ഓക്കെ, സോ ഈ 3 കാര്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ. ഓഷ്യൻ കറൻസി ചോദിച്ചിട്ടുണ്ട്, സാലിനിറ്റി ചോദിച്ചിട്ടുണ്ട്, റിസോഴ്സ്. ഇത് 3 പ്രോബ്ലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണെന്ന് പറയാം. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഓഷ്യൻ കറൻസ് ആണ്. അതാണ് ഏറ്റവും അധികം ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാ വർഷവും ഈ പാറ്റേൺ സെയിം തന്നെയാണ്, ഒറിജിനും എഫക്ട്സ് തന്നെയാണ്. എഫക്ട്സിൽ ചിലപ്പോൾ എല്ലാം ചോദിക്കത്തില്ല, ചില കൊല്ലം ഫിഷിംഗ് മാത്രമായിരിക്കും, ചില കൊല്ലം നാവിഗേഷനും എക്കണോമിയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും, ക്ലൈമറ്റും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും ചോദിക്കാം. ഓക്കെ, ഇനി ഇത് കൂടാണ്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് വേണ്ട ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ യു ഷുഡ് ഓൾസോ ഹാവ് ടെമ്പറേച്ചറും സാലിനിറ്റി പോലെ പഠിക്കണം, ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എഫക്ട്സ് പഠിക്കണം. ഓക്കെ, കൂടാണ്ട് ടൈഡ്സിൻ്റെയും വേവ്സിൻ്റെയും, ടൈഡ്സ് വേവ്സിൻ്റെ കാര്യത്തിലും ഒറിജിനും എഫക്ട്സും പഠിക്കണം. ഓക്കെ,
റിസോഴ്സസ് പഠിക്കുമ്പം ടൈപ്സ്, ഡിസ്ട്രിബ്യൂഷൻ, ദെൻ അതിൻ്റെ ഓരോന്നിൻ്റെയും ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ്. ഓക്കെ, അത് ഓഷ്യൻ റിസോഴ്സ് എക്സ്ട്രാക്ഷൻ്റെ കോൺസിക്വൻസസ് അല്ലെങ്കിൽ നെഗറ്റീവ് എഫക്ട്സ് എന്തൊക്കെയായിരിക്കും എന്നൊരു ലൈനിൽ പഠിക്കാം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. അപ്പം UPSC ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതിൻ്റെ ഉള്ളിൽ നിന്നേ ചോദിക്കത്തുള്ളൂ. ഇതിൻ്റെ പുറത്തുനിന്നാണെങ്കിൽ നിങ്ങൾക്ക് IAS കിട്ടും. ഓക്കെ, അപ്പം അത് ഈ ഏറ്റവും ടോപ്പറായവരും ചിലപ്പോൾ ഏറ്റവും ടഫസ്റ്റൊക്കെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വിടും. ഓക്കെ, അപ്പം നിങ്ങൾ അത് കാരണം നമുക്ക് അങ്ങനത്തെ ചോദ്യങ്ങൾ നമുക്കൊരു പരിധിക്കപ്പുറം ഒരു വണ്ടറൊന്നും കാണിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം വളരെ ടോപ്പ് പേര് ഞാൻ പറയുന്നില്ല. അപ്പം ഒരു വളരെ ടോപ്പ് 10 അടുത്തുള്ള റാങ്കുള്ള ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മൊത്തം പേപ്പറിൽ 50 മാർക്ക് വിട്ടിട്ടുണ്ട്. ഓക്കെ, ബട്ട് ഹീസ് ക്ലോസ് ടു 10th റാങ്ക്. ഓക്കെ, അപ്പോൾ അത് വിട്ടത് പുള്ളിക്ക് ഏറ്റവും അറിയാത്ത കുറച്ച് കാര്യങ്ങളാണ്. പക്ഷെ ബാക്കിയുള്ളതൊക്കെ പുള്ളി അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഏറ്റവും നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾ ഇതെല്ലാം ചെയ്തിട്ട് ഇനിയിപ്പോൾ ഒരു ചോദ്യം അവിടുന്ന് ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ പേടിക്കേണ്ട. അത് നിങ്ങളെപ്പോലെ തന്നെ ഇതുപോലെ കഷ്ടപ്പെട്ട് പഠിച്ച മിക്കവർക്കും അറിയാത്ത സാധനമാണ്. അത് നിങ്ങളുടെ റാങ്കിനെ അഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. നാളെ ഇതൊക്കെ പഠിച്ചിട്ട് വരിക, നല്ലപോലെ പരീക്ഷ എഴുതാം. ഓക്കെ, ശരി, താങ്ക് യു.